നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. എമ്പുരാനെതിരെയും മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെയും ഓർഗനൈസറിലൂടെ സംഘപരിവാറിൻ്റെ ഓർഗനൈസ്ഡ് ആക്രമണം. ഹിന്ദു വിരുദ്ധതയ്ക്ക് എമ്പുരാൻ സിനിമയെ ഉപയോഗിക്കുന്നുവെന്ന് RSS. എമ്പുരാൻ ഹിന്ദുവിരുദ്ധ ദേശവിരുദ്ധ സിനിമയാണത്രേ. സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് നേരെ BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനം വന്നതിന് പിന്നാലെയാണ് RSS മുഖമാസികയുടെ വിധിയെഴുത്തുകൾ. മോഹൻലാലിൻ്റെ ലഫ്റ്റനൻറ്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന മുറവിളിയുമായി യുവമോർച്ച കൂടി രംഗത്ത് വന്നതോടെ എമ്പുരാൻ ഒരു മാസ് കച്ചവട എൻ്റർടൈനർ എന്ന നിലയിൽ നിന്ന് മാറി ഗൗരവമുള്ള രാഷ്ട്രീയ ചർച്ചയുടെ പരിസരം തുറക്കുകയാണ്. RSSൻ്റെ ആശയങ്ങളെ തുറന്നു കാട്ടുന്ന ആരോപണങ്ങൾക്ക് മോഹൻലാൽ എന്ന നടൻ്റെ മാസ് പരിവേഷം വെച്ച് പൃഥ്വിരാജ് എന്ന സംവിധായകനും മുരളി ഗോപി എന്ന എഴുത്തുകാരനും വെള്ളിത്തിരയിൽ ഭാഷ്യം ചമയ്ക്കുന്നു. ഉരിഞ്ഞു വീഴുന്നത് സംഘപരിവാറിൻ്റെ വർഗീയ വിഷം ചാലിച്ച മുഖം മൂടിയ ശീലകളാണ്. പൃഥ്വിരാജിൻ്റെ ജാതക പരിശോധന തുടങ്ങിയിട്ടുണ്ട് സംഘികൾ. ആടുജീവിതത്തിൻ്റെ കാലത്ത് കോവിഡ് മൂലം യാത്ര ചെയ്യാനാകാതെ ജോർദാനിൽ കഴിച്ചുകൂട്ടിയപ്പോൾ പകർന്നു കിട്ടിയ IS ആശയങ്ങളാണ് രാജുവിൻ്റെ സിരകളിൽ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിഷം തീനികളുടെ ജൽപ്പനങ്ങൾ. BJPയിലൂടെ RSS അടക്കി വാഴുന്ന കാഴ്ചകളുടെ ഭയാനകമായ വേർഷനാണ് ഇപ്പോൾ എമ്പുരാൻ റീമോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ. സംഘപരിവാറിൻ്റെ അടിവേര് മാന്താൻ പാകത്തിൽ ഗുജറാത്തിൽ നടന്ന കലാപത്തിൻ്റെ ആഴം കാട്ടുന്ന കാഴ്ചകൾക്ക് എമ്പുരാൻ വെളിച്ചം പകരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ RSS മറുപടി? ആശയ സംവാദങ്ങൾക്കപ്പുറം ബഹിഷ്കരണവും പുരസ്കാരങ്ങൾ പിടിച്ചുവാങ്ങലും നടത്തുന്നവർ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുകയാണോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. സംഘം ചേർന്ന് എമ്പുരാന് നേരെ ആക്രോശിക്കുന്നവരുടെ രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യണ്ടേ? ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ CPIMന് വേണ്ടി VK സനോജ്, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ്, പ്രമുഖ അഭിനേത്രി ഗായത്രി വർഷ എന്നിവർ. ഏറ്റവും ആദ്യം ഷാബു പ്രസാദിലേക്കാണ് പോകുന്നത്. ഷാബു പ്രസാദ്, എമ്പുരാനെതിരെ എന്തിനാണിപ്പോൾ ഈ സംഘപരിവാറിൻ്റെ കലിതുള്ളൽ? സംഘപരിവാർ എന്നാൽ അതായത് ഇപ്പം RSS ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏതെങ്കിലും സംഘപരിവാർ സംഘടനയായിക്കോട്ടെ, ഈ എമ്പുരാനെതിരെ ഒരു യുദ്ധവും പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രവുമല്ല, ഈ സംഘപരിവാറിൻ്റെ ഇപ്പം അതിൻ്റെ അകത്ത് ചുമതലപ്പെട്ടവർ MT രമേശും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അടക്കമുള്ളവർ പറഞ്ഞു, ഞങ്ങൾ ഒരു സിനിമയ്ക്കെതിരെയും ബഹിഷ്കരണ ഭീഷണിയോ ബഹിഷ്കരണ ആഹ്വാനമോ ഒന്നും നടത്തും. അപ്പോൾ ഈ ഓർഗനൈസർ എന്ന മാസിക ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഒരു ഭാഗത്ത് വരുന്നതല്ലേ? തീർച്ചയായിട്ടും അതെ. ഓർഗനൈസറിൻ്റെ അകത്ത് അഭിപ്രായങ്ങൾ, ആർക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യും. അതിനിപ്പോൾ എന്താ? ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും ആരുടെയും നിഷേധിച്ചിട്ടൊന്നുമില്ലല്ലോ. ഓർഗനൈസറിന്റെ അകത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. അതായത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഓർഗനൈസറിനകത്ത് പറയാം, സിനിമയായിട്ട് ആരും സംവിധാനം ചെയ്ത് ഇറക്കരുത്. അല്ല, ഇന്ന് സിനിമ സംവിധാനം ചെയ്തതെന്ന് പറഞ്ഞു, ആ സിനിമ ഇപ്പോഴും കേരളത്തിൽ ഓടുന്നുണ്ടല്ലോ. ഏതെങ്കിലും തിയേറ്ററിന്റെ മുമ്പിലോ തിയേറ്റർ കത്തിക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രകടനങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ ഓടുന്ന അതേ സിനിമ തന്നെ ആയിരിക്കുമോ തിങ്കളാഴ്ച മുതലും തിയേറ്ററുകളിൽ കാണുക? എനിക്കറിയില്ല. അത് അവരാണ് ഇപ്പം RSS പറഞ്ഞു ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായോ, ഇത് മാറ്റിയില്ലെങ്കിൽ ഇവിടെ പ്രശ്നമുണ്ടാകും, ഇവിടെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എല്ലാം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ ഓർഗനൈസറിൽ വന്ന മോഹൻലാലിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. മോഹൻലാൽ തൻ്റെ ആരാധകരെ വഞ്ചിച്ചിരിക്കുകയാണ് എമ്പുരാൻ സിനിമയിലൂടെ എന്നാണ് അതിലെ ഒരു പ്രയോഗം. മറ്റൊന്ന് പൃഥ്വിരാജ് എന്ന സംവിധായകനെ കുറിച്ചാണ്. പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയം തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഓർഗനൈസർ അദ്ദേഹം വാര്യൻ കുന്നൻ എന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മുമ്പ് അനൗൺസ് ചെയ്തത് ഇപ്പോൾ ഓർത്തെടുക്കുകയാണ് ഓർഗനൈസർ. ഇതൊക്കെ ഞാൻ ചില കാര്യങ്ങൾ മാത്രമാണ്, വേണമെങ്കിൽ അങ്ങനെയൊക്കെ അത് കൂട്ടിച്ചേർത്ത് ഞാൻ പലതും പറയാം. അദ്ദേഹം CAA പ്രക്ഷോഭത്തിൽ എടുത്ത നിലപാട്,
അതുപോലെ ലക്ഷദ്വീപിനെ കുറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾ വന്നപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട്, ഇതൊക്കെ ഓർഗനൈസറിൽ ഇപ്പോൾ ഓർമ്മിക്കപ്പെടുന്നുണ്ട്. മോഹൻലാലിനെക്കുറിച്ച്, പൃഥ്വിരാജിനെക്കുറിച്ച്, മുരളി ഗോപിയെക്കുറിച്ച്, അതുപോലെ ഈ സിനിമയിൽ മൊത്തത്തിൽ വന്ന രാഷ്ട്രീയ പരാമർശമുള്ള രംഗങ്ങളെക്കുറിച്ചൊക്കെ. ഇതെല്ലാം സ്വാഭാവികമാണ് എന്ന് കാണണോ? അല്ല ലാലെ, ഇവിടെ ഒരു രാഷ്ട്രീയ പരാമർശങ്ങളും ഇല്ലാത്ത, രാഷ്ട്രീയം വിദൂരമായി പോലും ചർച്ച ചെയ്യാത്ത 2-3 സിനിമകൾ കേരളത്തിൽ വന്നിരുന്നല്ലോ. മേപ്പടിയാൻ, മാളികപ്പുറം, ജയ് ഗണേശ്. ഇതൊക്കെ എന്തിന്റെ പേരിലായിരുന്നു ഇവിടെ ബഹിഷ്കരണ ഭീഷണിയും അല്ലെങ്കിൽ ഇവിടെ അതിനെതിരെ ഹേറ്റ് ക്യാമ്പയിനും ഒക്കെ നടന്നത്? രാഷ്ട്രീയം വിദൂരമായിട്ട് പോലും. ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരോ, ഈ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരോ, താങ്കൾ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ ഏതെങ്കിലും സംഘടനകളോ ബഹിഷ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിലെ നടനെതിരായിട്ടോ സംവിധായകനെതിരായിട്ടോ ഏതെങ്കിലും തരത്തിൽ അവരുടെ രാഷ്ട്രീയം കുത്തിപ്പൊക്കിക്കൊണ്ട് പോസ്റ്റുകൾ ഇടുക, സിനിമയിലെ രംഗങ്ങൾ എഡിറ്റ് ചെയ്ത് മാത്രമേ അടുത്ത ദിവസം മുതൽ കാണിക്കാവൂ എന്ന് പറയുക, അതിൽ അഭിനയിച്ച ആളുകളുടെ പുരസ്കാരങ്ങൾ തിരിച്ചു വാങ്ങണം എന്ന് പറയുക, ഇതൊക്കെ ഉണ്ടായോ? ബഹിഷ്കരണ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഇയാൾ ഒരു കട്ട സംഘിയാണ്, സംഘിയായതുകൊണ്ട് മാത്രം അയാൾ വെറുക്കപ്പെടേണ്ടവനാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്, കണ്ണും തുറന്ന് കണ്ണുണ്ടായ പോരെ കാലേ പേര് പറയൂ, സർക്കാരിന്റെ പേര് പറയൂ. അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ എമ്പുരാനെതിരെ ഭീഷണി മുഴക്കിയ ഒരു സംഘടനയുടെ പേര് പറഞ്ഞു, യുവമോർച്ച. ഏത് യുവമോർച്ചയുടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകും. യുവമോർച്ചയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഗണേഷ്. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതാ സംഘടന. അങ്ങനെയാണെങ്കിൽ അവരെ വ്യക്തിപരമായി മാറ്റി നിർത്തണം, അവർ വ്യക്തികളായി മാറണം. അത് സംഘടനയുടെ തലപ്പത്തിരിക്കും. അല്ല, അത് ആ സംഘടന തീരുമാനിച്ചോളൂ. മാറ്റി നിർത്തണോ, തരം താഴ്ത്തണോ, ദേശാഭിമാനി വായിപ്പിച്ച് ശിക്ഷ കൊടുക്കണോ എന്നൊക്കെ അതാത് സംഘടനകൾ തീരുമാനിച്ചു. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്, അതാണ് ഞാനും പറഞ്ഞു വന്നത്. അപ്പോൾ ഓർഗനൈസർ ഇതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന കാര്യങ്ങൾ ആഹ്വാനം ചെയ്യുന്ന, എന്ത് ചെയ്യണമെന്ന് ഇവർക്കൊക്കെ നിർദ്ദേശം കൊടുക്കുന്ന ആളുകളുടെ തീരുമാനങ്ങൾ വരുന്ന ഒരു മാസികയാണല്ലോ ഓർഗനൈസർ. ആ ഓർഗനൈസറിൽ വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ഇപ്പോൾ റീമോഡിഫൈ ചെയ്യാൻ പോവുകയാണ് എമ്പുരാൻ. അത് മനസ്സിലാക്കണം. ചില മാധ്യമങ്ങൾ റീസെൻസർ എന്ന് പറയും, ഇത് റീമോഡിഫിക്കേഷൻ. അത് നടത്താൻ പോവുകയാണ് ഇപ്പോൾ. നിങ്ങൾ നിർത്ത്. അങ്ങനെയെങ്കിൽ മഹത്തായ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം ശക്തി കേന്ദ്രമായ സംഘപരിവാറിനെ അടുപ്പിക്കാത്ത ഈ മഹത്തായ കേരളത്തിൽ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തിനാണ് അവർ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്? അതായത് നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്, ഇവരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കാണിച്ചു തരാം, സെൻസർ ബോർഡ് ഉണ്ട്, ഞങ്ങളുടെ ഭരണമുണ്ട്, ഞങ്ങൾ ഇവിടെ കാണിച്ചു തരാം, ഞങ്ങൾ കൊടുത്ത ലഫ്റ്റനന്റ് കേണൽ പദവി ഞങ്ങൾ തിരിച്ചെടുക്കുമെന്ന് ഞങ്ങളുടെ സമ്മർദ്ദ ഗ്രൂപ്പുകളെ കൊണ്ട്, ഞങ്ങളുടെ കുട്ടി സംഘടനകളെ കൊണ്ട് ഇതൊക്കെ വിളിച്ചു പറയിക്കുക, എന്നിട്ട് പേടിപ്പിക്കുക. ആ പേടിപ്പിക്കൽ വീണിപ്പോൾ 17 രംഗങ്ങൾ മുറിച്ചു മാറ്റാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. നിങ്ങൾക്ക് സന്തോഷമായോ? ലാലെ, ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങി. ഒരു സംശയവും വേണ്ട കേട്ടോ. ഇത് ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ ഭീഷണിയാണെന്ന് തന്നെ കൂട്ടിക്കും. അല്ല, ഇത് തന്നെയാണ് മറ്റവരും ചെയ്യുന്നത്. എന്നാ ഞാൻ ഇവിടെ നിർത്തിക്കോളാം, ഇവിടെ നിർത്താം. പറഞ്ഞോളൂ, താങ്കൾക്കാണല്ലോ അവസരം, താങ്കളോട് ചോദ്യം ചോദിക്കുന്നു. അനാവശ്യമായി എന്റെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നു, ആ സിനിമയിൽ നിന്ന് രംഗങ്ങൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതല്ലേ നടക്കുന്നത്? അല്ല, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ ഇറങ്ങിക്കോളാം. ഇല്ല, പറയൂ സാർ. ഞാൻ എന്റെ വായ ഞാനങ്ങ് മൂടിക്കെട്ടിക്കോളാം. താങ്കൾക്ക് പറയാൻ അവസരമല്ലേ, താങ്കൾക്ക് ഇത് പറയാൻ താല്പര്യമില്ലേ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ലേ താങ്കൾക്ക്? ചോദ്യത്തിന് ഉത്തരം പറയുമ്പം ഈ അനാവശ്യമായി ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ പണിയുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു, 17 രംഗങ്ങൾ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് മാറ്റാൻ പോകുന്നു. സിനിമയുടെ നിർമ്മാതാവ് അതിന് നിർദ്ദേശം കൊടുത്തു. അതിലെ പ്രധാനപ്പെട്ട നടൻ മോഹൻലാൽ ഇപ്പോൾ ആ ഭാഗങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ വരുന്നത് നിങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ അകത്തൊരു കാര്യം, ഈ പടം പുറത്തു വന്നു, പടം റിലീസ് ചെയ്തു. പടം റിലീസ് ചെയ്തതിനെ തുടർന്ന്
ഇവിടെ വലിയ തോതിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി, അനുകൂലമായും പ്രതികൂലമായും എല്ലാം. അത് തീർച്ചയായും ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ട അഭിപ്രായ സ്വാതന്ത്ര്യം, അത് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് അഭിപ്രായം പറയാനും അഭിപ്രായം രേഖപ്പെടുത്താനും പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് വൺ വേ ട്രാഫിക് അല്ല. ഇത് ഒരു പൊതുജന വികാരമായി വരുന്നോ എന്ന് തോന്നിയിട്ടാകാം നിർമ്മാതാവും പ്രമുഖ നടനും ഒക്കെ അതിൻ്റെ അകത്ത് മാറ്റം വരുത്തണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അല്ലാതെ ഇവിടെ RSSോ സംഘപരിവാറോ സിനിമയ്ക്കെതിരെ പ്രകടനം നടത്തുവോ ശരി മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു പൊതുജന വികാരം മാനിച്ച് സിനിമയിൽ മാറ്റങ്ങൾ വരുന്നതാണോ എന്നുള്ളത് ഞാൻ അന്വേഷിക്കാം. പക്ഷേ ഈ പൊതുജന വികാരം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാമോ? ഇവിടെ ഈ സിനിമയിൽ ഒരു പ്രത്യേക സംസ്ഥാനത്തെ കലാപത്തെ ഇവിടെ അവതരിപ്പിക്കുന്നു. ആ കലാപം അവിടെ അവതരിപ്പിച്ച് സിനിമയിലെ കഥയിലേക്ക് എത്തുമ്പോൾ അതിൽ ഒരു വിഭാഗം ആളുകൾ ഇതിനകത്ത് വില്ലനൈസ് ചെയ്യപ്പെടുന്നു. ഓർഗനൈസർ പറയുന്നത് പോലെയാണെങ്കിൽ അത് BJPയുമായി സാമ്യമുള്ള ഒരു വിഭാഗം, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള പ്രത്യയശാസ്ത്രത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ എന്ന് വരുന്നു. അത് വിമർശിക്കപ്പെടേണ്ടതാണ്. അത് ശക്തമായി സിനിമ ഇറങ്ങി 48 മണിക്കൂർ കൊണ്ട് അതിലെ 17 ഭാഗങ്ങൾ മുറിച്ചു മാറ്റത്തക്കവണ്ണമുള്ള വിധത്തിൽ അത്രമാത്രം സമ്മർദ്ദമുണ്ടാക്കാൻ ശേഷിയുള്ള ഒരു വിമർശനമാണെങ്കിൽ അതാണ് സംഭവിക്കേണ്ടത്. അതല്ലാതെ ഈ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായി അതിനെതിരായി മറ്റൊരു സിനിമ എടുത്ത് കാണിക്കാനുള്ള ഒരു അവസരമല്ല ഉണ്ടാകേണ്ടത് എന്ന് കരുതുന്നവരാണോ നിങ്ങൾ? ഈ നാട്ടിൽ വിമർശിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ഈ നാട്ടിൽ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഈ സിനിമ മുൻപോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ഈ സിനിമ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവാണ്. ആ പൊളിറ്റിക്കൽ നറേറ്റീവിനെ അനുകൂലിക്കുന്നവരുണ്ടാകാം, എതിർക്കുന്നവരുണ്ടാകാം. ആ എതിർക്കുന്നവർ എതിർക്കുന്നു, അനുകൂലിക്കുന്നവർ അനുകൂലിക്കുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിലും പുറത്തും ഇത് വലിയ ചർച്ചയാകുന്നു. ഇതല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ള? ഇത് ആരോഗ്യകരമായ ഒരു കാര്യമല്ലേ? ശരി, ഞാൻ ഗായത്രി വർഷ ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ സമൂഹ മാധ്യമത്തിലും 2 ദിവസം കൊണ്ട് ഈ സിനിമയെ വിമർശിച്ച് അതിലെ 17 രംഗങ്ങൾ മാറ്റത്തക്കവണ്ണമുള്ള അത്രയും ശക്തമായ ആരോഗ്യകരമായ വിമർശനം ഇപ്പുറത്ത് നടന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ലാലെ, തീർച്ചയായിട്ടും. ഞാൻ ആ സിനിമയുടെ രാഷ്ട്രീയ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വളരെ നിർഭാഗ്യകരെന്ന് പറയട്ടെ, തീർച്ചയായിട്ടും ഈ സംഘപരിവാറിൻ്റെ അല്ലെ BJPയുടെയോ വക്താക്കളായിട്ട് നമ്മളോടൊപ്പം പലപ്പോഴും പല ചർച്ചകളിൽ, ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല എല്ലാ ചർച്ചകളിലും വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പോക്ക് പറഞ്ഞിട്ട് ക്വാളിറ്റി ബേസിൽ നടക്കേണ്ടുന്ന ഒരു ചർച്ചയെ, ഒരു വിശകലനത്തെ വഴിതിരിച്ച് വിടുക എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയം അതൊരു കേരളത്തിൻ്റെയോ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ കേരളത്തിൽ എന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, അതൊരു കേരളത്തിൻ്റെയോ ഇന്ത്യയുടെ മാത്രം രാഷ്ട്രീയമല്ല. ഇതൊരു ഗ്ലോബലൈസേഷൻ പരിപൂർണമായി നിൽക്കുന്ന ഒരു ഗ്ലോബൽ ഫിനോമിനൻ്റെ രാഷ്ട്രീയമാണ്. അത് വളരെ പക്ക ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ്. അത് പറയണമെങ്കിൽ ഇപ്പോൾ ലാലിൻ്റെ ഇൻട്രഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റേ ആടുജീവിതത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ടിട്ട് പുറത്ത് രാജ്യത്ത് പോയി പെട്ടുപോയപ്പോൾ കിട്ടിയ ചങ്ങാത്തത്തിൻ്റെ എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ കുളത്തിൽ കിടക്കുന്ന അല്ല കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്കപ്പുറത്തേക്ക് ലോകത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ലോകം മനസ്സിലാക്കിയ, ലോക രാഷ്ട്രീയം മനസ്സിലാക്കിയ, ലോക സാംസ്കാരിക രംഗത്ത് മനുഷ്യൻ്റെ ജീവിതം ഏതൊക്കെ ഘടകങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഈ ലോക രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള വിവരം ഉണ്ടാവുകയും അതിൽ പ്രതികരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന ഒരു സാമൂഹ്യ ബോധ്യമുണ്ടാവുകയും അത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ആവിഷ്കാരം എന്ന് പറയുന്നതും അഭിപ്രായം എന്ന് പറയുന്നതും എൻ്റെ മൗലിക അവകാശമാണെന്നും വിചാരിക്കുന്നിടത്ത് തീർച്ചയായും ഒരു കലാകാരൻ അല്ലെ ഒരു കലാകാരന്മാരുടെ ഗ്രൂപ്പ് അത് തങ്ങളുടെ ഏറ്റവും മഹനീയമായ ഉത്തരവാദിത്തമാണെന്ന് എടുത്ത ഒരു സിനിമയാണ് എമ്പുരാൻ. കലയ്ക്ക് വേണ്ടി, കല സമൂഹത്തിന് വേണ്ടി, ഇതൊക്കെ നമ്മൾ വിട്ട കാര്യമാണ്. കല ജീവിതത്തിന് വേണ്ടി എന്ന് പറയുന്ന ആധുനിക മനുഷ്യൻ്റെ ജീവിത സങ്കല്പങ്ങളിലാണ് ഇന്ന് നമ്മൾ ഈ കലയെയും സംസ്കാരത്തെയും കാണുന്നത്. ഇതിൻ്റെ പ്രയോഗം ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ സംഘപരിവാർ തന്നെയാണ്. രാമായണം സീരിയൽ കാണിച്ചപ്പം മുതൽ ദത്തയുടെ ബോർഡർ
മുതലായി ഇങ്ങോട്ടുള്ള സിനിമകൾ കാണിച്ചപ്പോൾ മുതൽ ഈ ദേശീയവാദം എങ്ങനെയാണ് ദേശീയ സാംസ്കാരികത എന്ന ഓമന പേരിട്ടുകൊണ്ട് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വികലമായിട്ടിരിക്കുന്ന ദേശീയവാദ സിദ്ധാന്തം ഒരു സാമൂഹ്യ ബോധ്യമാക്കി എടുത്തിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് ഈ സംഘപരിവാർ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം അധികാരത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് നല്ല വൃത്തിയായിട്ടറിയുന്ന സംഘമാണ് ഈ സംഘപരിവാർ. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുകയും ലോക രാഷ്ട്രീയം അതിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സാഹോദര്യത്തെ സമത്വത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെതിരെ ഇവരിങ്ങനെ തന്നെ പ്രതികരിക്കും, വായടച്ചു മൂടും, കാണിക്കാതിരിക്കും. അത് കാണിക്കാതിരിക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം നടപ്പാക്കാൻ ഇന്ന് അവരുടെ കയ്യിൽ നിയമമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ഇതേ സൈബർ ആക്രമണം ഏറ്റുകൊണ്ടിരുന്നത്. സാംസ്കാരിക നയം വ്യക്തമാക്കുന്ന നിയമം ഇവർ കൊണ്ടുവന്നു. സംഘപരിവാറിൻ്റെ സാംസ്കാരിക നയത്തിൽ, ആ നിയമത്തിൽ 150 ക്ലോസ് ഉള്ളതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ അവർ സംസാരിച്ചിരിക്കുന്ന സിനിമയെക്കുറിച്ചാണ്. കാരണം സിനിമയും മിനി സ്ക്രീൻ രംഗങ്ങളിലുള്ള വിനോദോപാധികളും എത്രയധികം സ്വാധീനം സാധാരണക്കാരിലേക്ക് ചെലുത്തുന്നു എന്നുള്ളത് വളരെ കൃത്യമായി അറിയുകയും അത് ചരിത്രത്തെ വക്രീകരിച്ച് നമ്മളുടെ ഡോക്യുമെൻറ്റേഷനുകളെ എല്ലാം വക്രീകരിച്ച് അത് ഇവരുടെ എല്ലാ സ്ഥാപിത താല്പര്യത്തിനുള്ള പ്രത്യയശാസ്ത്ര സന്ദേശങ്ങളാക്കിക്കൊണ്ട് സമൂഹ മനസ്സിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് ഈ സംഘപരിവാറാണ്. അപ്പോൾ അവരുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെയോ അവരുടെ രാഷ്ട്രീയത്തിനെതിരെയോ അവരുടെ പ്രയോഗത്തിനെതിരെയോ ശക്തമായ ഒരു ആയുധം വന്നാൽ അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന നരാധമ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ സിനിമ പറയുന്നത് പോലെ തന്നെ ഇവരുടെ രാഷ്ട്രീയം. അതാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമ്മൾ കാണിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പോക്ക് പറഞ്ഞ് വളരെ കൃത്യമായ രാഷ്ട്രീയം ഇവിടെ പറയിപ്പിക്കാതിരിക്കുക. ഇത് ലോക ഫിനോമിനിൻ്റെ രാഷ്ട്രീയമാണ്. നമ്മൾ അതിനകത്ത് പറയുന്ന രീതിയിലുള്ള ഒരു ഡീപ്പ് സ്റ്റേറ്റ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മൾ ഇവിടെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, എന്നെ തകർത്ത് ഡീപ്പ് സ്റ്റേറ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ ഡീപ്പ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് പോലും ഇവർ ഉച്ചരിക്കാൻ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ്? ആ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ കയ്യാളായി നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ സംഘപരിവാർ കൂട്ടങ്ങളാണ്. പക്ഷെ അവർ മാത്രമല്ല എന്ന് ഓർക്കണം. ഈ സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ കൂട്ടുകെട്ട് വർഗീയമായ കൂട്ടുകെട്ട്. അപ്പോൾ വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞ ആര് ശബ്ദിച്ചാലും ആ ശബ്ദം ഉണ്ടാക്കാതിരിക്കുക, ആ ശബ്ദം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇവരുടെ തന്ത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും സംസാരിച്ചത്. ശരി, ഞാൻ വരാം ഗായത്രി വർഷ. വി കെ സനോജ് കൂടി നമ്മളോടൊപ്പം ചർച്ച ചെയ്ത് തന്നിട്ടുണ്ട്. വി കെ സനോജ്, ഇപ്പോൾ ഷാബു പ്രസാദ് പറയുന്നത് ഒരു സിനിമ വന്നു, അതിനെ വിമർശിക്കേണ്ടേ ആരോഗ്യപരമായി. ആ സിനിമയെ 2 ദിവസം കൊണ്ട്, 2 ദിവസം ആയിട്ടില്ല, ഇന്നലെ ഇറങ്ങി 2 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ വിമർശനങ്ങൾ തുടങ്ങി. 2ാമത്തെ ഷോ മുതൽ തന്നെ തുടങ്ങി. ആ വിമർശനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ശക്തി കൂടിയപ്പോഴേക്കും ആ സിനിമയിൽ നിന്ന് 17 ഭാഗങ്ങൾ ഇനി അങ്ങ് എടുത്ത് മാറ്റിയേക്കാമെന്ന് തോന്നി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്നാണ്. അതാണോ? അല്ല, ഇവിടെ വിമർശനങ്ങൾക്കൊന്നും ആരും എതിരല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഏത് കലാസൃഷ്ടി വന്നു കഴിഞ്ഞാലും ആ കലാസൃഷ്ടിയെ സംബന്ധിച്ച് വിലയിരുത്തുകയും വിമർശിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുക എന്നൊക്കെ ആരോഗ്യകരമായിട്ടുള്ള ജനാധിപത്യ സമൂഹത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. പക്ഷേ ഇവിടെ വിമർശനമാണോ യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഇവിടെ ഒരിക്കലും വിമർശനമല്ല ഉണ്ടായത്. ഇവിടെ വളരെ ശക്തമായിട്ട് ആ സിനിമയെ തകർക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് കേന്ദ്രത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട്. അപ്പോൾ കേന്ദ്ര ഭരണം ഉപയോഗപ്പെടുത്തിയിട്ട് വലിയ സമ്മർദ്ദമുണ്ടാക്കി 10-17 ഭാഗങ്ങൾ നീക്കം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാതാക്കൾ നിർബന്ധിക്കപ്പെടുന്ന നിലയുണ്ടായി. അല്ലാതെ ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒഴിവാകുമല്ലോ. അപ്പോൾ ഇതല്ല, അവരുടെ മേലെ ശക്തമായ സമ്മർദ്ദമുണ്ടായി. സമ്മർദ്ദം ഉണ്ടാവാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലാണ് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം ഉള്ളത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം അതുമായി ബന്ധപ്പെട്ട അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് തങ്ങൾക്കെതിരായി വന്നിട്ടുള്ള അഭിപ്രായത്തെ, തങ്ങളുടെ ചെയ്തികൾ നേരത്തെ നടത്തിയിട്ടുള്ള അങ്ങേയറ്റം തെറ്റായ കാര്യങ്ങൾ അത് പുനരാവിഷ്കരിച്ച ഈ ചിത്രത്തെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇവർക്കുള്ളത്. ഇവർക്ക് ഏറ്റവും പ്രകോപനം ഉണ്ടാക്കിയത് എന്താണ്? ആ സിനിമയിൽ ഞങ്ങൾക്കും വിമർശനമുണ്ട്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് ഞങ്ങൾക്ക് പറയാം, നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത് വിയോജിപ്പ് പറയാറില്ലല്ലോ. ഇവർക്ക് ഗുജറാത്ത് കലാപം, യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപം നമുക്കറിയാം അത്രമാത്രം നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു ചരിത്രമാണെന്ന്. അപ്പോൾ ആ ചരിത്രം ഇപ്പോൾ ഓർമ്മിപ്പിക്കുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ ചരിത്രം ഓർമ്മിപ്പിച്ചു. അത് ഒരു കാരണവശാലും ഇവർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒന്നാണ്.
അപ്പോൾ ഗുജറാത്തിൻ്റെ ആ ചരിത്രം ഓർമ്മിപ്പിച്ചതിൻ്റെ പകപോക്കൽ അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് അഭിപ്രായം പറയുന്ന ഒരു കാര്യമായിട്ട് ലളിതവൽക്കരിക്കാൻ വേണ്ടി കഴിയുക? ഇതങ്ങനെ ലളിതവൽക്കരിച്ച് പോകാൻ വേണ്ടി കഴിയുന്ന ഒന്നേയല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനേറ്റ കളങ്കമായിട്ട് തന്നെ ഇത് കാണണം. നമ്മളെല്ലാ ഘട്ടത്തിലും പുലർത്തിപ്പോകുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നേരെ നടന്നുകൊണ്ടിരിക്കുന്ന കൊടിയ കടന്നാക്രമണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. സംഘപരിവാർ വളരെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു നീക്കമാണ്. അങ്ങേയറ്റം മോഹൻലാലിനെ പോലെയുള്ള ഒരു നടനെതിരായിട്ട് എത്രമാത്രം മോശം ഭാഷയിലാണ് ഈ സംഘപരിവാർ പ്രൊഫൈലിൽ നിന്നും എഴുത്തുകൾ വന്നിട്ടുള്ളത്. പൃഥ്വിരാജിനെ കുറിച്ച് എന്താണ് യുവമോർച്ചയുടെ നേതാവൊക്കെ എഴുതിയത്? ഇതൊക്കെ കേരളത്തിലെ ആളുകൾ കാണുകയല്ലേ എത്രമാത്രം സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ യുവമോർച്ചയുടെ നേതാവൊക്കെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊക്കെ BJP ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾ അത്തരം നിലപാടുകളോട് യോജിക്കുന്നുണ്ടോ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം പൃഥ്വിരാജിനെ ഈ നാട് കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. മോഹൻലാലിനെ കാണാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? അപ്പോൾ മോഹൻലാലായാലും പൃഥ്വിരാജായാലും അതെല്ലാം മലയാളികളുടെ സ്വത്താണ്. മലയാളികൾ നെഞ്ചേറ്റിയിട്ടുള്ള നടന്മാരാണ്. അപ്പോൾ ആ നടന്മാർക്ക് നേരെ ഇത്രമാത്രം അവഹേളനപരമായ പരാമർശങ്ങൾ തുടർച്ചയായി ഉണ്ടാവുന്ന ഘട്ടത്തിലും BJPയുടെ സംസ്ഥാന നേതൃത്വവും എല്ലാം അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ RSSൻ്റെ അതിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള മാസിക തന്നെ അവരുടെ മറ്റ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന, അവരുടെ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന, കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഓർഗനൈസർ തന്നെ ഇതിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ RSSൻ്റെ തന്നെ ഔദ്യോഗികമായ അഭിപ്രായമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അപ്പോൾ RSS തന്നെ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടാണ് രാജ്യത്തുടനീളം ഇതിനെതിരായിട്ടുള്ളൊരു നീക്കം നടന്നിട്ടുള്ളത്. RSSൻ്റെ സമ്മർദ്ദമാണ് സെൻസർ ബോർഡിൽ ഉണ്ടായിട്ടുള്ളത്. RSS ആണ് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവർ ഭരണകൂടത്തിൻ്റെ ഈ സംവിധാനത്തെ ആകെ ഈ സിനിമയെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. യെസ്, ശ്രീ ഷാബു പ്രസാദ്, RSSനെ ഇത്രമാത്രം പ്രകോപിപ്പിച്ചത് ഈ ഗുജറാത്തിനെ കുറിച്ച് ഇതിനകത്ത് വന്ന കാര്യങ്ങളാണോ? നമ്മൾ മുമ്പ് BBC-യുടെ ഡോക്യുമെൻ്ററിക്ക് എതിരെ ഉണ്ടായ സമീപനമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഗുജറാത്തിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ശരി, അത് ഞങ്ങൾ ഈ രീതിയിൽ മോഡിഫൈ ചെയ്ത് ഇറക്കാൻ സമ്മതിക്കൂ എന്ന ഒരു രീതിയാണോ ഇന്ന് രാജ്യത്ത്? ഗുജറാത്ത് കലാപം നടക്കുന്നത് 2002-ലാണ്. ഗോധ്ര സംഭവവും അതിനെ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപവും 2002-ലാണ് നടക്കുന്നത്. അതിനുശേഷം ഭാരതപ്പുഴയിലൂടെയും ഗംഗയിലൂടെയൊക്കെ വെള്ളം ഒരുപാട് ഒഴുകി. ഇത്രയും കാലവും നിങ്ങൾ RSSനെയും നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും ഇതേ കാര്യം പറഞ്ഞ് രാജ്യം മുഴുവനും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര ശക്തമായ രീതിയിലാണ്, എത്ര മോശമായ ഭാഷയിലും ആണ്. ശരി, നിങ്ങൾക്ക് അതിനൊക്കെ അവകാശമുണ്ട്. ഇവിടുത്തെ എല്ലാ CPM-ഉം കോൺഗ്രസും എല്ലാവരും അടക്കമുള്ളവർ. പക്ഷേ ചരിത്രത്തിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതും നമ്മുടെ കൺമുമ്പിൽ സത്യമായി തന്നെ തെളിഞ്ഞു നിൽപ്പുണ്ട്. നരേന്ദ്രമോദി ഈ ലോകത്തിൽ തന്നെ, ലോക ജനാധിപത്യ ചരിത്രത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട, തുടർച്ചയായി ഏറ്റവും കാലം അധികാരത്തിൽ ഇരിക്കുന്ന ഭരണാധികാരിയായി മാറി എന്നുള്ളതാണ്. 1/4 നൂറ്റാണ്ട്, 25 വർഷം എന്ന് പറയുന്ന അത്ര ചെറിയ കാലമൊന്നുമല്ല. കാലം അത് തെളിയിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ ഇത്രയും കാലം പോയ ഒരു പ്രസ്ഥാനമാണ് ഒരു സിനിമ കേരളത്തിലെ ഒരു പ്രാദേശിക ഭാഷയിൽ ഒരു സിനിമ ഇറങ്ങിയപ്പം ആ സിനിമ കണ്ട് പേടിച്ചത് എന്നൊക്കെ നിങ്ങളുടെ മനസമാധാനത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, പറയാം. അല്ല, ഈ വിമർശനങ്ങൾ എന്ന് പറയുന്നത് പോലെ സമൂഹ മാധ്യമങ്ങളിൽ ഈ പറയുന്ന ആളുകളൊക്കെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ വിമർശനങ്ങളൊക്കെ പറയുന്നത് എന്ന് കാണുമ്പോൾ അത് ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്, മോഹൻലാലിനെ ചതിച്ചാണ് ഈ സിനിമയിൽ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചത്, പൃഥ്വിരാജിൻ്റെ ഹിന്ദുവിരുദ്ധ ദേശവിരുദ്ധ നിലപാടുകളാണ് ഈ ഓർഗനൈസർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ ചോദ്യം ചോദിക്കാൻ തോന്നുന്നത്. ഗുജറാത്തിനെ തൊട്ടത് നരേന്ദ്രമോദിക്ക്, അമിത്ഷായ്ക്ക് ഒക്കെ പ്രശ്നമുണ്ടാകുന്ന രീതിയിലാണ് സിനിമയ്ക്കകത്തെ രംഗങ്ങളെ മേലുള്ള വിമർശനങ്ങളെ കാണുന്നത്. നിങ്ങൾ ഇപ്പം നമ്മുടെ MT രമേശ് ഏത് വകുപ്പിൽപ്പെടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്? ഇവിടെ BJP ഔദ്യോഗികമായിട്ട് തന്നെ, BJPയുടെ തന്നെ നേതൃത്വത്തിലിരിക്കുന്ന പലരും പറഞ്ഞു ഞങ്ങൾ ഇതിനെതിരെ ഒന്നും പറയാനൊന്നുമില്ല, സിനിമ അത് ഒന്നും പിടിക്കോട്ടെ. അതൊക്കെ ഏതിൻ്റെ അകത്താണ് വരുന്നത്? ഈ പടത്തിനെ പറ്റി അനുകൂലമായും പ്രതികൂലമായും ധാരാളം വിമർശനങ്ങളും അനുകൂലിച്ചുള്ള പിന്തുണകളും ഈ നാട്ടിലുണ്ട്. അത് പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും അവകാശവുമുണ്ട്.
BJPക്ക് ഉള്ളിൽ തന്നെയുള്ളവർ പലരും അല്ല, അനുകൂലിച്ചു അതിനെക്കുറിച്ച് വിമർശനമുള്ള ആളാണ് VK സനോജ് ഉൾപ്പെടെ എന്ന് പറഞ്ഞല്ലോ. VK സനോജിന് പോലും ഈ സിനിമയിലെ ചില ഭാഗങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ അവരതുകൊണ്ട് അത് എഡിറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഇന്ന ജില്ലയിൽ കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂ എന്ന് അവർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അങ്ങനെ അല്ലല്ലോ എന്നാരും പറഞ്ഞിട്ടില്ല. എന്നാ ഈ പടം ഇവിടെ കളിക്കാൻ അനുവദിക്കില്ല എന്ന ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇല്ല. എന്തുകൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചില ആളുകൾ, അതിന് അവകാശമുള്ളത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഞങ്ങൾ സംഘപരിവാറിന്റെ കൂടെ നിൽക്കുന്നവരാണ്, ഞങ്ങൾ ഈ സിനിമയിൽ റിസർവേഷൻ ക്യാൻസൽ ചെയ്യുന്നു, അവർ അതിന്റെ പടം ഇടുകയാണ്? അല്ല, റിസർവേഷൻ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ബഹിഷ്കരിക്കാനും അല്ലെങ്കിൽ അതിന്റെ കാരണം പറയാനും നിങ്ങളും ബഹിഷ്കരിക്കണം, നിങ്ങളും പിന്തുണ അറിയിക്കണം എന്ന് പറയാനും ഈ നാട്ടിൽ എന്താ ആർക്കും അവകാശം? അതാണ്, അത് ആരാണെന്നുള്ളതാണ്. അത് സംഘടനയുമായി ആരുമായിക്കോട്ടെ. RSSന്റെ മുഖമാസികയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റുമ്പോ അതൊരു ആരാണ് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമല്ലേ? ലാലെ, വെറുതെ കിടന്നിങ്ങനെ വളവളാന്ന് പറയാതെ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കയറി പറയുന്നത് എനിക്ക് വയ്യ. ഞാനുള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് ഒരു നിർബന്ധവുമില്ല എനിക്ക് കൈരളി ചാനലിൽ വന്നിരുന്ന് നിങ്ങളോട് ഇങ്ങനെ കിടന്നു ബഹളം ഉണ്ടാക്കണം. അല്ല, എനിക്ക് നിർബന്ധം ഈ ചർച്ചയിൽ നിൽക്കണം. അല്ല, എനിക്ക് പറയേണ്ടത് അങ്ങനെയെങ്കിൽ ഈ മറ്റു രണ്ട് സംവാദകരോട് കാണിച്ച മിനിമം മര്യാദ എന്നോട് കാണിക്കണം. നിങ്ങൾ വലിയ സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സോഷ്യലിസത്തിന്റെ ആൾക്കാർ. അതെ, നിങ്ങൾ ആളുകളാവുമ്പോ അതിനെക്കുറിച്ച് ഞാൻ ചോദ്യം ചോദിക്കും സാർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നോട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിർത്തിയേക്കാം. ഇല്ല, പറഞ്ഞോളൂ. എനിക്ക് ഷാബു പ്രസാദ് ഉത്തരം മുട്ടിച്ച ഭീരുവായി ഇറങ്ങിപ്പോയെന്ന് നിങ്ങൾ പറഞ്ഞോ. ഒരു വിരോധവും ഇല്ല. അങ്ങനെയൊന്നുമല്ല. പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ഭീരുക്കളാക്കി മാറ്റി അവരെ കൊണ്ട് ഇത് വെട്ടിച്ച് ഈ സിനിമ കട്ട് ചെയ്ത് ഇത്ര മറ്റുള്ള ഭാഗങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചല്ലോ. അതാണ്. ഇനി ഞാൻ പറയട്ടെ, ഇനി നിങ്ങൾ ഇടപെടരുത്. ഞാൻ പറയാം. ഇവിടെ എതിർക്കാനും വിമർശിക്കാനും ബഹിഷ്കരിക്കാനും ബഹിഷ്കരണാഹ്വാനം നടത്താനുമുള്ള ജനാധിപത്യപരമായ അവകാശം ഇവിടെ വ്യക്തികൾ ഉപയോഗിച്ചു. അവർ സോഷ്യൽ മീഡിയ, അവർക്ക് ലഭിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ അതവർ പറഞ്ഞു. അല്ലാതെ ഇവിടെ മോഹൻലാലിനെ വഴി തടഞ്ഞിട്ടില്ല, ഭരാവോ ചെയ്തിട്ടില്ല. അവിടെ നടന്ന ഒരു കാര്യമുണ്ട് ശ്രീ ഷാബു പ്രസാദ്. അവിടെ ഞാൻ പോവാ. എനിക്ക് വയ്യ. ഞാൻ നിർത്തി. പറഞ്ഞോളൂ. ചുമ്മാ മര്യാദകൾ കാണിക്കരുത് ലാലെ. അല്ല, ഞാൻ അതിനിടയിൽ ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോടുള്ള വ്യക്തിപരമായ ബന്ധം ഞാൻ ഈ കൈരളിയിൽ വ്യക്തിപരമായ ബന്ധം ഉപയോഗിച്ചിട്ടാണ്. അല്ല, ഞാൻ ചോദിക്കണ്ടേ താങ്കളോട്? ഇല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി. ശരി, താങ്കൾ എപ്പോഴാണ് ഞാൻ നോക്കട്ടെ, പറയൂ. മറ്റുള്ളവരോട് കാണിച്ച മര്യാദ എന്നോട് കാണിച്ചില്ലെങ്കിൽ ഞാൻ ഭീരുവായി ഞാൻ പോകും. പറയൂ, കേൾക്കട്ടെ. മേലാൽ എന്നെ കൈരളി വിളിക്കരുത്. മര്യാദ വേണ്ട. ഇത് എന്തോന്നിത്? പറഞ്ഞോളൂ സാർ. ശരി. ഇവിടെ ഈ കേരളത്തിലെ അതിനുള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഇവിടെ ആൾക്കാർ ഉപയോഗിച്ചു. അത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ മതേതര കേരളത്തിൽ നിങ്ങളുടെ മതേതര, അതായത് ഈ പറഞ്ഞ പോലെ എന്താണ്, സംഘപരിവാറിനെ പല്ലും നഖവും ഉപയോഗിച്ച് സംഘപരിവാറിന്റെ ഒരു പ്രവർത്തനവും ഇവിടെ നടക്കില്ല, അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഈ പറയുന്ന കേരളത്തിൽ, നിങ്ങളുടെ ഈ കേരളത്തിൽ ഈ നിങ്ങൾ തന്നെ പറയുന്ന സംഘപരിവാർ അനുകൂലികളുടെ ഈ ഒരു ബഹിഷ്കരണാഹ്വാനവും അല്ലെങ്കിൽ ഈ വിമർശനവും ഫലം കണ്ടുവെങ്കിൽ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഈ ചാനലിൽ വന്നിരുന്ന് ഗോഗുവ വിളിക്കാൻ അല്ലാതെ നിങ്ങളെ കൊണ്ട് ഒരു കാശിനും കൊള്ളില്ല. അതെ, അതാണ് നേരത്തെ സനോജ് പറഞ്ഞത്. നിങ്ങൾക്ക് അധികാരമുണ്ട്, ആ അധികാരം ഉപയോഗിച്ചാണ്. സെൻസർ ബോർഡുണ്ട്, സെൻസർ ബോർഡിനെ കാണിച്ചാണ്. എന്നാൽ സെൻസർ ബോർഡിനെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സെൻസർ ബോർഡിനെ അകത്തേക്ക് കൊണ്ടുപോയി വെട്ടിമാറ്റാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. നിങ്ങൾക്ക് ചങ്കൂറ്റമില്ല. നിങ്ങൾക്ക് സെൻസർ ബോർഡിനെ അകത്തേക്ക് കൊണ്ടുപോയി വെട്ടിമാറ്റാനുള്ള ധൈര്യമില്ല. പക്ഷെ സെൻസർ ബോർഡാണ് ഇതേ സെൻസർ ബോർഡാണ് ഇതിന് അപ്രൂവൽ കൊടുത്തത്. ഇതേ സെൻസർ ബോർഡിന്റെ അപ്രൂവൽ സെൻസർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തിയത്. ആ സെൻസർ ബോർഡിലെ അംഗങ്ങൾ അതിന് കേൾക്കുന്നുണ്ട് സാർ. നിങ്ങളുടെ ആളുകൾ അവരെ കാര്യമായി തന്നെ വേണ്ട പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. ഇതേ സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്ത ആ പടമാണ് തിയേറ്ററിൽ എത്തിയത്. അത് പുറത്തു വന്നു കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു രാഷ്ട്രീയ സിനിമയാണ്. അടിമുടി രാഷ്ട്രീയം പറയുന്ന സിനിമയാകുമ്പോൾ അതിന്റെ മേലിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ ഇവര് തയ്യാറാവുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ.
ഇവിടെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, മോഹൻലാൽ എന്ന നടൻ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഇവരെല്ലാം കൂടെ ചേർന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഗുജറാത്ത് ചില ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ചില വിഭവങ്ങൾ ചേർത്ത് ഒരു സിനിമ എടുത്തു. ആ സിനിമ നിങ്ങൾ പറയുന്ന ചില ആളുകൾക്ക് ഇഷ്ടമില്ല, അവർ വിമർശിച്ച് ആ തിയേറ്ററിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ ശ്രമവും ഇപ്പോൾ വിജയിച്ചു എന്നാണ് താങ്കൾ ആഘോഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഭരണകൂടമുണ്ടല്ലോ, ഇവിടെ ഒരു രാജ്യത്തെ സർക്കാരുണ്ടല്ലോ, അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റുമോ? പഴയ സിനിമ തന്നെ വെട്ടാതെ അത് ഈ തിയേറ്ററിൽ കാണിക്കാൻ ഞങ്ങൾ കൊടുക്കും സംരക്ഷണം എന്ന് ഈ രാജ്യത്തെ സർക്കാരിന് അത് കൊടുക്കാനുള്ള ചങ്കൂറ്റമോ ധൈര്യമോ അതിനുള്ള അധികാരം കാണിക്കലോ പറ്റുമോ? നിങ്ങൾ എത്ര പേര് സിനിമ കണ്ടു എന്നുള്ളത് അറിയില്ല. ഞാൻ ഈ സിനിമ കണ്ടതാണ്. ആ സിനിമയുടെ ആദ്യം തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന താങ്ക്സ്, നന്ദി എഴുതി കാണിക്കുന്നതിൽ ഒന്ന് ഏതാണെന്നറിയാവോ? ഗുജറാത്ത് സർക്കാരിനാണ്, ഗവൺമെൻറ് ഓഫ് ഗുജറാത്ത്. ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെയും കൂടെ സപ്പോർട്ടോടു കൂടിയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ധൈര്യത്തോടെ വെല്ലുവിളിച്ചു. ക്രമസമാധാനം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ് സാർ. ഈ നാട്ടിൽ 19,000 പോലീസ് ഉള്ളതിൻ്റെ ചുമതല ഈ നാട്ടിലെ മുഖ്യമന്ത്രിക്കാണ്. നിങ്ങൾ ചെയ്യേ, നിങ്ങൾ പറഞ്ഞ പോലെ സനോജ്, ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ക്രമസമാധാനം നോക്കേണ്ട സംസ്ഥാന സർക്കാരും ഇവിടുത്തെ ഭരണവും ശ്രമിച്ചിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഈ പറയുന്ന എഡിറ്റിംഗ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നടത്തേണ്ടി വരുന്നത് എന്നാണ് ഷാബു പ്രസാദ് പറയുന്നത്. അല്ല, ഈ ഷാബു പ്രസാദ് മനസ്സിലാക്കേണ്ടത് ഈ സിനിമ ഇറങ്ങുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ഇറങ്ങിയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയായി മാറി. അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നേരത്തെ പുറത്തു വന്നല്ലോ. ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 100 കോടിയിൽ കൂടുതൽ സമാഹരിക്കാൻ കഴിഞ്ഞ ഒരു സിനിമയാണ്. അത് കേരളത്തിൽ മാത്രം ഓടുന്ന സിനിമയല്ല. കേരളത്തിലെ പോലീസ് സംവിധാനം മാത്രം വിചാരിച്ചാൽ ഈ സിനിമ രാജ്യത്തുടനീളം ഇത് ഓടിക്കാൻ വേണ്ടി കഴിയില്ല. ഇതിപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്ത ഒരു സിനിമയ്ക്ക് നേരെ ഇത്രമാത്രം സൈബർ അറ്റാക്ക് ഉണ്ടായിട്ട് എന്ത് നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്? ഇവർക്ക് രാജ്യത്ത് ഈ സിനിമ ധൈര്യമായി പ്രദർശിപ്പിച്ച് പോകാൻ ആവശ്യമായുള്ള സംരക്ഷണം കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, അത് കൊടുക്കില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, RSSൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ തന്നെ ഇതിനെതിരായ ശക്തമായ വിമർശനം ഉന്നയിച്ചല്ലോ. അപ്പോൾ RSS തന്നെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാജ്യത്ത്. RSS അതിൻ്റെ അണികളോട് പറഞ്ഞിട്ടുള്ളത് ശക്തമായി ഇതിനെതിരായി പ്രതികരിക്കാൻ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അഭിപ്രായം പറയാത്തത്. ഇപ്പോൾ കഴിഞ്ഞ സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട പല സംഘടനകളും പലതരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് നാളെ രംഗത്ത് വരും എന്നല്ലേ പറഞ്ഞില്ല. ഇപ്പം ഹനുമാൻ, ഞാനിപ്പം ലാലിന് അയച്ചു, എൻ്റെ ഫോൺ ഓഫായി പോയി, ലാലിന് അയച്ചിട്ടുണ്ട്. ഹനുമാൻ സേനയോ മറ്റോ നാളെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയുടെ പോസ്റ്ററുണ്ട് അങ്ങോട്ട് അയച്ചിട്ട്. അപ്പോൾ പരസ്യമായ ഭീഷണി തന്നെയാണ് മുഴക്കിയിട്ടുള്ളത്. അതെ, എമ്പുരാനെ കത്തിക്കും, ഹനുമാൻ സേന പ്രതിഷേധം എന്നാണ്. അപ്സര തിയേറ്റർ പരിസരം, കോഴിക്കോട് നാളെ. അതെ, ഹനുമാൻ സേന ആരുടെ സേനയാണ്? RSSൻ്റെ അല്ലേ? RSSൻ്റെ വിവിധ സേനകളിൽപ്പെട്ട ഒരു വിഭാഗമാണല്ലോ ഹനുമാൻ സേന. ഹനുമാൻ സേന പരിവാർ സംഘടനയല്ല, സംഘപരിവാർ സംഘടനയല്ല. ഹനുമാൻ സേന സംഘപരിവാർ സംഘടനയല്ല. അല്ല, ഇതിപ്പോ ഏതൊക്കെയാണെന്ന് കൃത്യമായി ഈ പരിവാറിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളത് ആർക്കാണ് അറിയാം സാർ? കൃത്യമായിട്ടുണ്ട്. അറിയാവുന്നവർക്ക് അറിയുകയും ചെയ്യാം. BJP സംഘപരിവാർ സംഘടനയാണ്, വിശ്വ ഹിന്ദു പരിഷത്ത് പരിവാർ സംഘടനയാണ്. അറിയാവുന്നവർക്ക് മുഴുവൻ അറിയാം. ഷാബു പ്രസാദ് പറഞ്ഞാൽ അതൊന്നും ഇല്ലാതാവുന്നില്ല. നിങ്ങളുടെ ഹനുമാൻ സേനയും നിങ്ങളുടെ ബജറംഗ് ദളും നിങ്ങളുടെ VHPയും നിങ്ങളുടെ ഹിന്ദു ഐക്യവേദിയും നിങ്ങളുടെ പല പേരുകളിൽ അറിയപ്പെടുന്ന എല്ലാം RSSനാൽ നിയന്ത്രിക്കുന്നതാണ്. RSSനാൽ നിയന്ത്രിക്കുന്നതാണ് ഹനുമാൻ സേനയും എല്ലാ സേനയും. ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഓർഗനൈസർ വായിച്ച് സ്വാധീനിക്കപ്പെട്ട ആളാണ് ഈ ഹനുമാൻ സേന. പറയോ ഓർഗനൈസർ RSSന്റെ അല്ലാന്ന് പറയോ ഷാബു പ്രസാദ്? ഓർഗനൈസറിന്റെ ആഹ്വാനം എന്താണ്? ഓർഗനൈസറിന്റെ ആഹ്വാനമാണല്ലോ ഇവരൊക്കെ ഏറ്റെടുക്കുന്നത്. ഓർഗനൈസറിന്റെ ആഹ്വാനമാണല്ലോ ഇവരൊക്കെ ഏറ്റെടുക്കുന്നത്. ഓർഗനൈസറിന്റെ ആഹ്വാനമാണല്ലോ ഇവരൊക്കെ ഏറ്റെടുക്കുന്നത്. അപ്പൊ RSS തന്നെ നേരിട്ടെടുത്തിരിക്കുകയാണ്. RSS ഈ സിനിമയെ ബഹിഷ്കരിക്കണമെന്നോ തെരുവിലിറങ്ങണമെന്നോ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ശ്രീ ഷാബു പ്രസാദ്, അത്ര സ്വാതന്ത്ര്യമുള്ള സംഘടനയാണെങ്കിൽ ഈ സിനിമയെ കുറിച്ചാണല്ലോ നാളെ VK സനോജ് ഒരു ലേഖനം എഴുതി തന്നാൽ നിങ്ങൾ ഓർഗനൈസറിൽ കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ സനോജ് പറഞ്ഞോളൂ.
അതിന്റെ എഡിറ്റോറിയൽ ബോർഡിന് സ്വീകാര്യമാണെങ്കിൽ അവർ കൊടുക്കും. അതെ അതെ, സംശയം അത് എന്താ? മനസ്സിലായി. ആ ആ ശരി സനോജ് പൂർത്തിയാക്കൂ. ഷാബു പ്രസാദ് അല്ല, RSS ഈ സിനിമയെ അനുകൂലിക്കുന്നുണ്ടോ? ഇത്രയും മോഹൻലാലിനെ പോലെയുള്ള ഒരു നടനെതിരായി ഇത്രയും വലിയ സൈബർ അറ്റാക്ക് നടക്കുന്നു, ഇത്രയും രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം, ഷാബു പ്രസാദിന്റെ അഭിപ്രായം എന്താണ്? ഷാബു പ്രസാദിന്റെ അഭിപ്രായം എന്താണ്? RSSനെ വിട്ടേക്ക്. നിങ്ങൾ പലപ്പോഴും വലത് നിരീക്ഷകനായിട്ടാണല്ലോ വരുന്നത്. RSSന്റെ അഭിപ്രായം പറയണ്ട, നിങ്ങളുടെ അഭിപ്രായം പറയും. ഈ പൃഥ്വിരാജിനെതിരായിട്ട് ഇത്രയും കേന്ദ്രം നടക്കുന്ന യുവമോർച്ചയുടെ അഭിപ്രായത്തിനെതിരായിട്ട് നിങ്ങൾക്ക് വർത്തമാനം പറയാൻ പറ്റുമോ? യുവമോർച്ചയുടെ നേതാവ് പൃഥ്വിരാജിനെതിരായിട്ട് നടത്തിയ ആക്ഷേപം എന്താണ്? അത് നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ? നിങ്ങൾ സ്വന്തം നിരീക്ഷകൻ എന്ന് പറയുന്നു, RSSനെ ന്യായീകരിക്കുന്നു. തന്നെ അല്ല, BJPയുടെ കണ്ണൂരിലെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി, കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് കണ്ണൂരിൽ മത്സരിച്ച സ്ഥാനാർത്ഥി BJPയുടെ നേതാവാണ്. C. രഘുനാഥാണ് പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന് ഹർജി കൊടുക്കുകയാണ്. അല്ല, ഒരു കാര്യം ഉണ്ടെന്നേ, ഈ നാട്ടിൽ ഇവിടുത്തെ BJP നേതാക്കൾക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ശരി, അങ്ങനെ BJP നേതാക്കൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ കേന്ദ്ര സർക്കാർ പറയണ്ടേ? ഗുജറാത്തിലെ സർക്കാർ പറയണ്ടേ? മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ പറയണ്ടേ? ഇതാ ഞങ്ങൾ സംരക്ഷണം കൊടുക്കാം. നിങ്ങൾ സനോജ് പൂർത്തിയാക്കും. കേരളം എന്റെ ചോദ്യം ഇതാണ്. മലയാളികൾ അംഗീകരിക്കുന്ന, മലയാളികൾ നെഞ്ചേറ്റിട്ടുള്ള മോഹൻലാലിനെ കുറിച്ച്, പൃഥ്വിരാജിനെ കുറിച്ച് വളരെ മോശം ഭാഷയിൽ ഇവിടെ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നു. യുവമോർച്ചയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പൃഥ്വിരാജിനെതിരായിട്ട് വിദേശ ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് അദ്ദേഹം ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങൾ, കള്ളക്കഥകൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത്തരം കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന ഇത്തരം ആളുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉള്ളത്? ഞാൻ പറഞ്ഞത് ഇതെല്ലാം RSSന്റെ നിർദ്ദേശാനുസരണമാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അത് RSS പറഞ്ഞത് വ്യക്തിപരമായിട്ടാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി ഷാബു പ്രസാദ് ഇപ്പൊ പറയേണ്ടത് ഇതാണ്. ഈ പറയുന്ന മോഹൻലാലിനെ കുറിച്ചും പൃഥ്വിരാജിനെ കുറിച്ചും പറയുന്ന കാര്യങ്ങളിൽ ഷാബു പ്രസാദ് അംഗീകരിക്കുന്നുണ്ടോ? ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ അതിന് ഉത്തരം പറയാം, തീർച്ചയായിട്ടും ഉത്തരം പറയാം. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ രാജീവ് ചന്ദ്രശേഖർ മോഹൻലാലിന്റെ പ്രിയ സുഹൃത്താണെന്ന് പറഞ്ഞു. ഇവിടെ MD രമേശ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സിനിമയായിട്ട് കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി BJP നേതാവ് പറഞ്ഞു എല്ലാവരും ഈ സിനിമ കാണട്ടെ, ആ സിനിമ ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അതിനെ നിങ്ങൾ എന്താ ഒന്നും പറയാം? അല്ല, ഇതൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ മോഹൻലാലിന്റെയോ പൃഥ്വിരാജിന്റെയോ സുഹൃത്തുക്കളായ BJP നേതാക്കൾ ഇതൊക്കെ പറഞ്ഞു. അതല്ല, RSSന്റെ നയം എന്താണ്? RSSന്റെ ആഹ്വാനം എന്താണ്? RSSന്റെ സാധാരണ അണികൾ ഇപ്പൊ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? RSS ഇക്കാര്യത്തിൽ ഒരു നയവും ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഇതല്ല RSS നാട്ടിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമയെ പറ്റി അഭിപ്രായം പറയാനല്ല RSSന്റെ പണി. അതാണ് ഇപ്പൊ RSSന്റെ ഓർഗനൈസറിലൂടെ വന്നതിനെ ഞങ്ങളൊക്കെ കണ്ണടച്ച് ആ സിനിമയിലെ നടന്മാരെ പറ്റി യുവമോർച്ചയുടെ നേതാവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. ശരി, ഒരു കാര്യം ഞാൻ പറയട്ടെ സരോജി, നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ മരണത്തിന്റെ വ്യാപാരി എന്നും വർഗീയവാദി എന്നും വിളിക്കാനുള്ള നിങ്ങളുടെ അതേ അവകാശം ഇവിടെ വേറൊരാൾക്ക് മറ്റൊരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്നവരെ രാഷ്ട്രീയമാണ്. ഷാബു പ്രസാദ്, അത് രാഷ്ട്രീയമായി നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ ഇതൊരു സിനിമയാണ്. ഈ സിനിമ കച്ചവടമായി നല്ല പണം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ഒരു കച്ചവട സിനിമയാണ്. ആ സിനിമയിൽ ഒരു രംഗം ഇങ്ങനെ വന്നപ്പോ ഒരു ഫിക്ഷനാണത്, ഒരു ഫിക്ഷൻ. ആ ഫിക്ഷൻ വന്നപ്പോ നിങ്ങൾ അതിനോട് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണ് സാർ? എനിക്ക് അസഹിഷ്ണുതയൊന്നുമില്ല. ഞാൻ ആ പടം പോയി കണ്ടു. ഞാൻ ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്തു ടിക്കറ്റ് ഈ സിനിമ കണ്ട ആളാണ് ഞാൻ. ഇന്ന് ഈ ബഹിഷ്കരണ ആഹ്വാനം ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ സിനിമ ടിക്കറ്റ് എടുത്ത് കാശ് താങ്കളുടെ പിന്തുണ മോഹൻലാലിനും പൃഥ്വിരാജിനുമുണ്ടോ? താങ്കളുടെ മോഹൻലാലിനും പൃഥ്വിരാജിനുമുണ്ടോ? ഞാൻ സിനിമ കാണാനാണ് പോയത്, അല്ല മോഹൻലാലിനെ പൃഥ്വിരാജിനെ പിന്തുണയ്ക്കാനല്ല പോയത്. ഞാൻ സിനിമ കാണാനും താങ്കൾ അത് മോഹൻലാൽ അഭിനയിക്കുന്നു പോലും അറിയാതെ സിനിമ കാണാൻ പോയതാണ് താങ്കൾ. ഗായത്രി വർഷ ഈ സിനിമയെ ഈ വിവാദം ഇങ്ങനെ സ്വാധീനിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഇതിൻ്റെ
നിർമ്മാതാക്കളും പ്രധാന നടൻ മോഹൻലാൽ ഉൾപ്പെടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾക്ക് കൂടുതൽ ബലം വരികയല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും ലാലേ, നമ്മളിപ്പോൾ ഈ ചർച്ച തുടങ്ങിയിട്ട് 38 മിനിറ്റ് കഴിഞ്ഞു. 1 മണിക്കൂറുള്ളൊരു ചർച്ചയിൽ നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട് 38 മിനിറ്റ് കഴിഞ്ഞു. ഈ 38 മിനിറ്റിൻ്റെ സമയം വരെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ വളരെ ഗൗരവത്തോടെ വന്നൊരു സിനിമ തന്നെയാണ്. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന ഒരു സാമൂഹ്യ ഏത് തരത്തിലാണെങ്കിലും അങ്ങനെയുള്ള ഒരു സിനിമയുടെ കണ്ടന്റിനെ കുറിച്ചോ അത് വിശകലനം ചെയ്യാനോ പ്രതിപാദിക്കാനോ ശ്രമിച്ച വിഷയങ്ങളെക്കുറിച്ചോ കാര്യമായ ചർച്ച നടന്നിട്ടില്ല നമ്മളുടെ ഇടയിൽ. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തെ ഞാനൊരു പ്രതിനിധിയായിട്ട് മാത്രമാണ്, കാരണം അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയാം, സംഘപരിവാർ കക്ഷികളുടെ എല്ലാവരുടെയും ഒരു എന്തെങ്കിലുമൊക്കെ പ്രൊപ്പഗണ്ട പറഞ്ഞിട്ട് നേരെ കാണേണ്ടതിനെ കാണാതിരിക്കുകയും വിശകലനം ചെയ്യേണ്ടതിനെ വിശകലനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അവരുടെ വിജയമായിട്ടുള്ളൊരു തന്ത്രമായിട്ട് തന്നെയാണ് ഇതിലും പോകുന്നത്. ഇപ്പം മോഹൻലാലിനെതിരെ അല്ലെങ്കിൽ പൃഥ്വിരാജിനെതിരെ എന്ന് പറയുന്ന താരങ്ങൾക്കെതിരെയുള്ള സംസാരങ്ങളെല്ലാം ഇവരുടെ ആക്രമണങ്ങളിൽ വന്നിരിക്കുന്ന കണ്ടന്റുകളെല്ലാം വ്യക്തികേന്ദ്രീകൃതമായി അവർക്ക് നേരെയുള്ള അധിക്ഷേപങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ അധിക്ഷേപങ്ങളിലൂടെ ഈ സിനിമ അങ്ങ് പോകണം. ഈ സിനിമയുടെ രാഷ്ട്രീയം, ഈ സിനിമ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം കൊള്ളേണ്ടവരെ കൊണ്ടിട്ടുണ്ട്, പ്രൊവോക്ക് ചെയ്യേണ്ടവരെ കൃത്യമായി പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അധികാരം ഉപയോഗിച്ച് നയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരുട്ടിൻ്റെ മറവിൽ ഈ ജനങ്ങളുടെ മേലെ ഒരു ജനാധിപത്യ മര്യാദകളുമില്ലാതെ ജനപ്രതിനിധികളോട് പോലും ആലോചിക്കാതെ സംഘപരിവാറിന് തോന്നുന്ന പ്രത്യയരാഷ്ട്ര പ്രയോഗങ്ങൾക്ക് വേണ്ടിയെടുക്കുന്ന നടപടികളും അത്തരം പരിപാടികളും വിമർശിക്കപ്പെടും. നട്ടലുള്ള കലാകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ ഇതിനെയൊക്കെ നിശിതമായി വിമർശിക്കാൻ തന്നെ അവരുടെ ജീവിതവും പ്രൊഫഷനും ഉപയോഗിക്കും, ബുദ്ധിയും വിവരവും ഉപയോഗിക്കും എന്ന് കാണുന്നതിനെ അതിനെ ചർച്ചയാക്കില്ലവർ. ഇദ്ദേഹം പറഞ്ഞാൽ സനോജ് പറഞ്ഞതുപോലെ ഇത് മലയാള ഭാഷയിൽ ഇറങ്ങിയ ഒരു സിനിമയല്ല, മലയാള ഭാഷയിൽ ഇറങ്ങിയ സിനിമയല്ല എന്നുള്ളത് കൊണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൃത്യമായി വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ആയുധമാക്കി മൂർച്ച കൂട്ടി വെക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദിയിൽ അതിന് വ്യാജ പതിപ്പിറങ്ങിയത്. എന്തിനാണ് ഹിന്ദിയിൽ അതിന് വ്യാജ പതിപ്പിറങ്ങിയത്? അതുകൊണ്ട് എനിക്കിതിൻ്റെ ഇടയിൽ സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ സിനിമ ടെക്നിക്കലി മലയാള സിനിമയെ അല്ല ഇന്ത്യൻ സിനിമയെ വളരെ ഉയർത്തി നിർത്തുന്ന ഒരു സിനിമയാണ്. ആ സിനിമയുടെ ആ വിഷ്വൽ ട്രീറ്റ് അതിൻ്റെ കണ്ടന്റ് പോലും അല്ല ഞാനിപ്പോൾ പറഞ്ഞത്. വിഷ്വൽ ട്രീറ്റ് ആസ്വദിക്കണമെങ്കിൽ സിനിമാ പ്രേമികളായിട്ടുള്ളവർ തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണം. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ സിനിമ തിയേറ്ററിൽ കാണണം. ഒരു വ്യാജ പ്രചരണത്തിൻ്റെ അടിയിൽ ഈ സിനിമ പോകാൻ പാടില്ല. അത് അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയം നിഷ്പക്ഷമായി നിങ്ങൾ അതിൻ്റെ രാഷ്ട്രീയം വിശകലനം ചെയ്യൂ. പലരും ഇന്നലെയൊക്കെ പറയുന്ന റിവ്യൂ കേട്ടു, സിനിമയായി കണ്ടാൽ കുഴപ്പമില്ല, സിനിമയായിട്ട് കാണാം. പക്ഷെ സിനിമ മുന്നോട്ട് വെക്കുന്ന കണ്ടന്റിനെ, അതൊരു നല്ല പ്രണയമാണെങ്കിൽ പോലും അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് കാണുന്നിടത്താണ് സിനിമ എന്ന് പറയുന്ന സാംസ്കാരിക ആസ്വാദന മാധ്യമം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അപ്പോൾ ലോക ജനങ്ങളുടെ ജീവിത രീതികളെ എല്ലാ രാജ്യങ്ങളിലും പോയി നിന്നുകൊണ്ട് അതിനൊന്നും ഒരു ഫേക്ക് കാഴ്ച പോലുമില്ല. ഓരോ രാജ്യത്തും അതാത് രാജ്യങ്ങളിൽ പോയി നിന്നിട്ടുള്ള കാഴ്ചകൾ, അവിടുത്തെ ഭൂമിശാസ്ത്രം, അവിടുത്തെ പരിസ്ഥിതി, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികൾ, ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന മയക്കുമരുന്ന്. നമ്മുടെ നാട്ടിൽ നിന്ന് മയക്കുമരുന്ന് വലിയൊരു പ്രശ്നമാണ് ലാലേ. ഒന്നും കേരളത്തിലല്ലല്ലോ നിർമ്മിക്കുന്നത്. കേരളത്തിലാണോ നിർമ്മിക്കുന്നത്? അല്ല. ഗുജറാത്തിലുണ്ട്, UP-യിലുണ്ട്. അതേപോലെ ഇതൊന്നും അല്ലാതെ ഇന്റർനാഷണൽ ലോബികളുടെ കയ്യിൽ നിന്ന് അടങ്ങുന്ന വലിയ രാസലഹരിയിൽ നമ്മളുടെ യുവത്വം നഷ്ടപ്പെട്ടു പോകുന്ന കേരളമുണ്ട് ഇവിടെ. ഇതൊക്കെ എവിടെ നിന്ന് എങ്ങനെ വരുന്നു? ഇതിൻ്റെയൊക്കെ വ്യാപാരികൾ ആര്? ഇതിൻ്റെയൊക്കെ ലാഭം എവിടുന്ന്? ഒരു ജനതയെ മുഴുവൻ, കേരളത്തെ പോലെ പ്രബുദ്ധമായി നിൽക്കുന്ന ഒരു ജനതയെ മുഴുവൻ മന്ദബുദ്ധിയാക്കുന്ന രീതിയിലേക്ക് ഈ ലഹരികളുടെ ഉപയോഗത്തിൽ ഇവർ എടുക്കുന്ന നേട്ടമെന്ത്? സാമ്പത്തിക നേട്ടം മാത്രമാണോ? അല്ല. ഒരു നാടിൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നു, ഒരു നാടിൻ്റെ ചിന്തയെ നശിപ്പിക്കുന്നു, ഒരു നാട് സമൂഹത്തിലെ മാനവികതയോട് എതിർത്ത് നിൽക്കുന്ന എന്ത് മൂല്യങ്ങളുണ്ടെങ്കിലും അല്ലെ മാനവികതയ്ക്കെതിരായി നിൽക്കുന്ന ഏത് പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിലും അതിനെതിരെ ഏറ്റവും സജീവമായി ആർജവമായി പ്രതികരിക്കുന്ന ഒരു സമൂഹത്തെ, അതിൻ്റെ തലച്ചോറ് നശിപ്പിക്കാൻ ഇവർക്കിഷ്ടമാണ്. കേരളത്തിൽ രാസലഹരികളുടെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ ഇവർക്കിഷ്ടമാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഗൗരവമുള്ള ചർച്ചകളിലേക്കോ ചിന്തകളിലേക്കോ ലോകമൊട്ടാകെ നിൽക്കുന്ന ജനങ്ങളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട്, നമ്മളൊരു ലോക സഹജീവിയാണെന്ന് നിന്നുകൊണ്ട് ഒരു കലാകാരൻ പ്രതികരിക്കുമ്പോൾ അതിലേക്കൊന്നും ചർച്ച വരികയില്ല. നമ്മൾ മണ്ടന്മാരാകരുതില്ലേ. ഇത്തരം പ്രൊപ്പഗണ്ടകൾക്കല്ല നമ്മളുടെ ചർച്ചയുടെ ഇടം കൊടുക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് വളരെ ശക്തമായി വരുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചർച്ച കൊടുക്കണം. എമ്പുരാൻ ടൈറ്റിൽ എന്താ? എൻ്റെ ഉള്ളിലുള്ള തമ്പുരാൻ.
മനുഷ്യൻ്റെ ശേഷിയാണ് അത് പറയുന്നത്. എന്നിലെ കർമ്മനിരതനായിരിക്കുന്ന എൻ്റെ ശേഷിയാണ് പറയുന്നത്. എൻ്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ് പറയുന്നത്. എന്നെ ഞാനാക്കുന്ന എൻ്റെ സമൂഹത്തോട് ഞാൻ ഏത് ഉത്തരവാദിത്തം കാണിക്കണം എന്നുള്ളതാണ് എമ്പുരാൻ എന്നുള്ള ടൈറ്റിൽ പോലും പറയുന്നത്. എന്തുകൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യാൻ ഇവർ സമ്മതിക്കുന്നില്ല? ഇവരങ്ങനെയല്ല. എവിടെയോ നിൽക്കുന്ന നിഗൂഢമായ, എല്ലാവരും വിശ്വസിക്കുന്ന ആത്മീയത മറച്ചു വെച്ച്, ആത്മീയതയല്ല വർഗീയതയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ കച്ചവടമാക്കുന്ന ഒരു സംഘപരിവാർ രാഷ്ട്രീയമാണ് ഈ സിനിമയ്ക്കെതിരെ സംസാരിക്കുന്നത്. അല്ലാതെ അവനവൻ്റെ കരുത്തിനെ കുറിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയമല്ല ഈ സിനിമയ്ക്കെതിരെ സംസാരിക്കുന്നത്. ഒരു നടി എന്നുള്ള നിലയിൽ, ഒരു സിനിമാ പ്രവർത്തക എന്നുള്ള നിലയിൽ എന്നിലുള്ള ഏറ്റവും വലിയ ധാർമ്മിക രോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ സിനിമ കാണേണ്ട രീതിയിൽ കാണണം, ഈ സിനിമ ചർച്ച ചെയ്യേണ്ട രീതിയിൽ കാണണം. ഇതിൻ്റെ അകത്ത് എനിക്ക് വളരെ വ്യക്തിപരമായി എവിടെയെങ്കിലും രാഷ്ട്രീയ ചിന്താഗതികൾക്ക് എതിർപ്പുണ്ടോ എന്നുള്ള ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നത്. അതുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്നുള്ള നിലയിൽ ചില ഇടങ്ങളിലോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല സിനിമയെ കാണുന്നത്. സാമൂഹ്യ വിമർശനം നടത്താൻ ഒരു കലാകാരനും ഒരു സാമൂഹ്യ ജീവിക്കുമുള്ള മൗലിക അവകാശം ഉപയോഗിക്കുന്ന ഒരു സാംസ്കാരിക മാധ്യമത്തിൻ്റെ വലിപ്പമാണ് ഞാനിവിടെ കാണുന്നത്. അത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അത് പൃഥ്വിരാജിനെ പോലെയുള്ള ഒരാൾ, പൃഥ്വിരാജിൻ്റെ 20 വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ നോക്കൂ. 20 വർഷം കഴിയുമ്പോൾ എന്നിലെ സംവിധായകൻ എൻ്റെ അറിവുകളെ, എനിക്ക് പറയാനുള്ള ശക്തമായ രാഷ്ട്രീയത്തെ പറയാനുള്ള മാധ്യമമായിട്ട് സിനിമ ഉപയോഗിക്കുന്ന ഒരാളായി ഞാൻ മാറും. ആ തൻ്റെ ആർക്കുണ്ട് ലാലേ? ഇവിടെ എല്ലാവരും പഞ്ചപുച്ഛമടക്കി എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുന്ന കലാകാരന്മാരാ. ഒരു വാക്ക് പറയാൻ പേടിച്ച് നിൽക്കുന്ന കലാകാരന്മാരാ. ഏത് രാഷ്ട്രീയ അധികാരങ്ങളോടും പണാധികാരത്തിനോട്, രാഷ്ട്രീയ അധികാരത്തിനോടൊക്കെ പഞ്ചപുച്ഛമടക്കി പേടിച്ചു നിൽക്കുന്ന, മൂല്യങ്ങളെ മറക്കുന്ന, സമൂഹത്തിൻ്റെ സാംസ്കാരിക ബോധ്യങ്ങളെ മറക്കുന്ന കലാകാരന്മാരുള്ളിടത്ത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. എങ്കിൽ പോലും സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ശബ്ദത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നിടത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ആള് സൂപ്പർ സ്റ്റാറായി തന്നെ കേരളത്തിൽ നിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്ന സമൂഹത്തിലെ സാധാരണ ജനജീവിതത്തോട് പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനാണ് എന്ന് മോഹൻലാൽ ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് എമ്പുരാന്റെ കൂടെ, മുരളി ഗോപിയുടെ കൂടെ, പൃഥ്വിരാജിന്റെ കൂടെ നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ സാല്യൂട്ട് ചെയ്യേണ്ടത്. ഗായത്രി, അതായത് ഈ കാര്യത്തിൽ ഇപ്പോൾ നിർമ്മാതാവിന്റെ സമ്മർദ്ദമുണ്ട് മോഹൻലാലിന്. ആ സമ്മർദ്ദം ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇന്ന് മേജർ രവി അല്പം മുമ്പ് പറഞ്ഞതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അദ്ദേഹം തന്നെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ പറഞ്ഞിരിക്കുന്നു എന്ന്. ആ സമ്മർദ്ദം ഒരു നിർമ്മാതാവിന് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതുവരെ നമ്മൾ പുറത്ത് കേൾക്കാത്തത് പൃഥ്വിരാജിൻ്റെ സംവിധായകൻ എന്ന രീതിയിൽ കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. അദ്ദേഹം മുൻപെടുത്ത നിലപാടുകളെ പിന്നാലെ നിന്ന് സംഘപരിവാർ ഈ രീതിയിൽ ആക്രമിക്കുമ്പോൾ, വല്ലാതെ ഭീഷണിപ്പെടുത്തുമ്പോൾ, ഇനി നാളെ കണ്ടുകൊള്ളാമെന്ന രീതിയിൽ ഏജൻസികൾ പിന്നാലെ ഉണ്ടായേക്കാം. അങ്ങനെ നിൽക്കുന്ന ഒരു പൃഥ്വിരാജാണ് ഇപ്പോൾ ഉള്ളത്. സിനിമാ രംഗത്ത് ഈ ഒരു ഭീതിയുണ്ടോ? എനിക്ക് തോന്നുന്നത് രാജുവിൻ്റെ ആദ്യ സിനിമ ഞാൻ കൂടെ അഭിനയിച്ചാളാ, നന്ദനം. രാജുവിൻ്റെ വാസ്തവം ഞാൻ കൂടെ അഭിനയിച്ചാളാ. രാജുവിൻ്റെ ചോക്ലേറ്റ് ഞാൻ കൂടെ അഭിനയിച്ചയാളാ. ഈ 3 സിനിമ ഇങ്ങനെ ടൈം ബീയിങ് കൂടെ അഭിനയിക്കുമ്പോഴും രാജുവിനുള്ള ഒരു വ്യക്തിത്വ വളർച്ച, രാജുവിനുള്ള ഒരു കലാകാരൻ്റെ വളർച്ച, രാജുവിനുള്ള ഒരു താൻ പോരുമയുള്ള നല്ലൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളുടെ വളർച്ച ഞാൻ കണ്ടിട്ടില്ല. ഒരു സമയം ഞാൻ മല്ലിക ചേച്ചിയോട് പറയുകയും ചെയ്തു, രാജുവിൻ്റെ ഒരു 35-40 വയസ്സെത്തുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഇന്ന് കമലഹാസൻ നിൽക്കുന്നതിനപ്പുറത്തുള്ളൊരു സ്ഥലത്ത് രാജു നിൽക്കും എന്ന വാസ്തവം കൂടെ അഭിനയിച്ചതിന് ശേഷം ഞാൻ വന്ന് പറഞ്ഞതാണ്. അതാണ് പൃഥ്വിരാജ്. ഞങ്ങളൊക്കെ പൃഥ്വിരാജിനെ, ഞങ്ങളുടെ കൊച്ചാനുജനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്, വളരെ പ്രൗഡായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇത്തരത്തിലുള്ള ഒരു ഭയവും രാജുവിനെ ഏക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ 20 വർഷം മുമ്പ് കൊടുത്തിരുന്ന ഇൻ്റർവ്യൂവിൽ രാജു പറയില്ല 20 വർഷം കഴിയുമ്പോൾ ഞാൻ നല്ല സിനിമകളുടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ബെയർ ചെയ്യുന്ന ആളായിരിക്കും, അതിനും അപ്പുറത്തേക്ക് എൻ്റെ രാഷ്ട്രീയ ആശയങ്ങളെ എന്താ പറയുക, ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫിലിം മേക്കർ ആയിരിക്കുമെന്ന് പൃഥ്വിരാജ് ആ പ്രായത്തിൽ പറയില്ല. അതുകൊണ്ട് പൃഥ്വിരാജിൽ നമ്മളെപ്പോലുള്ളവർക്കുള്ള ഒരു പ്രതീക്ഷ വളരെ വലുതാണ്. അത് ഞാൻ പറയട്ടെ, മോഹൻലാലിനെ പോലെയുള്ളവരെ പോലും കൂടെ നിർത്തിക്കൊണ്ട് എന്താണ് എന്ന് പറയാൻ പറ്റുന്ന കെൽപ്പുള്ളയാൾ. എന്തിനാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു സംവിധായകൻ ചെയ്യേണ്ട, ഒരു പക്ഷേ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെങ്കിൽ ചിലതൊക്കെ മോഹൻലാലിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മോഹൻലാലിനെ കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടോ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പൃഥ്വിരാജിൻ്റെ വിജയം തന്നെയാണ്. വി കെ സനോജ്, അവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു പോസ്റ്റർ ഇരിക്കുന്നത് ഞാൻ കണ്ടു, സംഘപരിവാറിനോട് ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ടതാണ്. അത് പൃഥ്വിരാജിനെ പോലെയുള്ള സംവിധായകർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ധൈര്യമാണോ? തീർച്ചയായിട്ടും. ഞങ്ങൾ മാത്രമല്ല, കേരളീയ സമൂഹം ഒന്നടങ്കം മോഹൻലാലിനും പൃഥ്വിരാജിനും ഈ സിനിമക്കും
സിനിമ മുന്നോട്ട് വെച്ച വിമർശനത്തിലെല്ലാം പിന്തുണക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ, ഇപ്പോൾ ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ പലതരത്തിലുള്ള വിയോജിപ്പുകൾ, ആ വിയോജിപ്പുകൾ എല്ലാ കാലത്തും കേരളത്തിൽ എല്ലാ സിനിമക്കാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായത് അതൊന്നുമല്ല. ഇവിടെ നിങ്ങൾ നോക്കി, യുവമോർച്ചയുടെ ഒരു നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വായിച്ചപ്പോൾ ഇയാൾ സ്വബോധത്തിൽ തന്നെയാണോ ഇതൊക്കെ പറയുന്നതെന്ന് സംശയിച്ചു പോവുകയാണ്. എന്തിനാണ് കേരളത്തിൽ ഇത്രമാത്രം വിഷം കലക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു പൃഥ്വിരാജിനെ പോലെയുള്ള ഇത്രയും കേരളം ആരാധിക്കുന്ന, കേരളം ആദരിക്കുന്ന ഒരു നടന് നേരെ പറയേണ്ടതുണ്ടോ? അത്രമാത്രം എന്താണ് ഈ സിനിമയിൽ മുന്നോട്ട് വെക്കുന്നത്? ഗുജറാത്തിൽ അങ്ങനെ കലാപം നടന്നിട്ടില്ല എന്ന് ഈ യുവമോർച്ച നേതാവിനോ ഷാബു പ്രസാദിനോ പറയാൻ കഴിയുമോ? അവിടെ നടന്ന കലാപത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ ആളുകൾ കൊലയപ്പെട്ടിട്ടില്ലേ? കൊലയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് RSSൻ്റെയും BJPയുടെയും നേതൃനിരയിൽപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലേ? ആ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് BJP ഗുജറാത്ത് ഗവൺമെൻറ് ഇടപെടൽ നടത്തിയിട്ടില്ലേ? അങ്ങനെ ഇടപെടൽ നടത്തിയതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നിട്ടില്ലേ? ആ കേസിൽ വിധിയുടെ ഭാഗമായിട്ട് ഗുജറാത്ത് സംസ്ഥാന ഗവൺമെൻറ്റിനോട് പുറത്തുവിട്ട മുഴുവൻ പ്രതികളെയും പിടിച്ച് കാത്തിട്ടോളമെന്ന് പറഞ്ഞേക്ക് നമ്മൾ കണ്ടതല്ലേ? എന്താണ് ഇല്ലാത്തത്? ആ സിനിമയിൽ പരാമർശിക്കുന്നത് എന്താണ് ഇല്ലാത്തത്? അപ്പോൾ ഗുജറാത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് വളരെ കൃത്യമായ ചില ചരിത്രം തന്നെയാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് RSSനെ ഇത്രമാത്രം അസ്വസ്ഥപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഓർഗനൈസറിൽ RSS നേരിട്ട് ഇടപെട്ട് ലേഖനം എഴുതിയത്. അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ നേരത്തെ ഹനുമാൻ സേനക്കാരെയും മറ്റേ വാനര സേനക്കാർക്ക് വിടുകയ്യ. പക്ഷേ ഇത് RSSന് നേരെ പുള്ളിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാനര സേനക്കാരെയും ഹനുമാൻ സേനക്കാരെയും പല സേനക്കാരും ഇറക്കിയിട്ട് നാട്ടിൽ കലാപുണ്ടാക്കിയിട്ട് ഷാബു പ്രസ്ഥാനെ പോലെ ആളുകൾ TV ചർച്ച ചെയ്ത് വന്നിട്ട് അത് അയ്യോ അത് RSSൻ്റെ ആളല്ല എന്ന് പറയും. ഇപ്പോൾ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇടപെടലുണ്ടല്ലോ, അത് ഞങ്ങളെ ആളല്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞ് കൈയൊഴിയുന്ന രീതി നമ്മൾ കാണുന്നുണ്ടല്ലോ ചർച്ചയിൽ വന്നിട്ട്. അതുപോലെ തന്നെ പറയും ഹനുമാൻ സേനക്കാരെയും മറ്റേ വാനര സേനക്കാരൊക്കെ ഇറക്കിയിട്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കും, ടാക്കീസ് പ്രശ്നം ഉണ്ടാക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊന്നും കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് പരിക്ക് പറ്റുന്ന എന്ത് തരത്തിൽ ഇടപെടൽ നടത്തിക്കഴിഞ്ഞാലും അതിനെയെല്ലാം കേരളീയ സമൂഹം അതിശക്തമായി ചെറുത്ത് പരാജയപ്പെടുത്തും. അതുകൊണ്ട് RSSൻ്റെ ഒരു ഓലപ്പാമ്പും ഈ കേരളത്തിൽ ചിലവാകില്ല. അതൊന്നും കാട്ടി ഇങ്ങോട്ട് പേടിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് കേരളത്തിലെ DYFIയും കേരളത്തിലെ മതനിരപേക്ഷ സമൂഹവും ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കുറേ കാലമായിട്ട് ഇവർ ഇവിടെ നടപ്പാക്കാൻ നോക്കുകയാണല്ലോ. കുറേ കാലമായിട്ട് കേരളം ലക്ഷ്യം വെച്ചിട്ട് ഇവർ പലതരത്തിൽ ഇടപെടൽ നടത്തി നോക്കി. കേരളത്തെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ പണം കൊടുത്തിട്ടൊരു സിനിമ ഇറക്കിയത്. കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ISൻ്റെ ക്യാമ്പിലേക്ക് പോകുന്നു, കേരളം ISൻ്റെ റിക്രൂട്ടിംഗ് കേന്ദ്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് കേരള സ്റ്റോറിയൊക്കെ ഇറക്കിയല്ലോ. എന്തായി? അതിനോട് ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് പോലെ എന്തെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ആരെങ്കിലും? അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് കേരളത്തെ തകർക്കാൻ വേണ്ടി, കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന മതനിരപേക്ഷ ശബ്ദത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ തുടർച്ചയിലാണ് മോഹൻലാലിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന, പൃഥ്വിരാജിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങൾ. ഇതിനെ അതിശക്തമായിട്ട് ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് 10-17 ഭാഗങ്ങൾ എടുത്തു കളയാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ നിർമ്മാതാക്കൾ ഇങ്ങനെ വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അത് ശരിയാണ് എന്നാൽ പിന്നെ അത് മാറ്റിക്കളയാം എന്നൊന്നുമല്ല. ഇതൊക്കെ വളരെ കൃത്യമായി ഭീഷണിയുടെ ഭാഗമാണ്. ഭീഷണി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴും ഞാൻ സനോജിലേക്ക് വരാം. ഷാബു പ്രസാദ്, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതിന് മുമ്പ് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ സനോജ് പറഞ്ഞതുപോലെ ഇത് കേരളത്തിൽ ഇങ്ങനെ നടക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ പറയുമോ, കണ്ടില്ലേ 17 ഭാഗങ്ങൾ വെട്ടുന്നുണ്ട് ഇവിടെ, അതൊക്കെ നടക്കും, ഞങ്ങളുടെ ഈ സമ്മർദ്ദമൊക്കെ അവിടെ നടക്കുമെന്ന് പറയുമ്പോഴും ഈ 3 ദിവസം കൊണ്ട് 100 കോടി കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര ആളുകൾ ആഗോള തലത്തിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞു എന്ന് നോക്കുക. ഈ 3-4 ദിവസം കൊണ്ട് 27, 28, 29, നാളെ 30 4 ദിവസങ്ങൾ കൊണ്ട് ഈ വെട്ടിമാറ്റാത്ത ഭാഗങ്ങളുള്ള ഈ സിനിമ കണ്ടു തീർക്കുകയാണ്. ഇനി ബാക്കി കുറച്ച് പേരേ ഉള്ളൂ. മാത്രമല്ല, ഞാനിത് രാവിലെ 8:50 ഷോയാണ് കാണുന്നത്. മോർണിംഗ് 8:50 ഷോയാണ് ഞാൻ കാണുന്നത്. ആ സമയത്ത് തിയേറ്റർ ഫുൾ ഫാമിലിയാ. കൈ പിടിച്ചുകൊണ്ട് 60-70 വയസ്സുള്ള അമ്മമാർ ഉൾപ്പെടെ ഫാമിലിയാ വരുന്നത്, അല്ലാതെ ഫാൻ ബോയ്സ് ഒന്നും അല്ല കയറുന്നത്. അല്ല, അത് മാത്രമല്ല രാത്രി 2 മണിക്ക് 5 മണിക്കൊക്കെ ഷോസ് ആണ് പലയിടത്തും. അപ്പോൾ അങ്ങനെ നടക്കുന്നു. നാളെ കൊണ്ട് നിങ്ങൾ പറയുന്നതിനപ്പുറമുള്ള ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞു സാർ. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് കൊടുക്കേണ്ടത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ പൃഥ്വിരാജിനും മോഹൻലാലിനും ഒക്കെ ഇതുപോലെയുള്ള സിനിമകൾ നിങ്ങൾ എടുത്തോളൂ, കച്ചവടം ചെയ്തോളൂ, അത് പണം വാങ്ങിക്കോട്ടെ. പക്ഷേ ഞങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളതെങ്കിൽ അവർക്ക് പുരസ്കാരങ്ങൾ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് രാജ്യത്തിന് പറ്റാത്തതാണെങ്കിൽ അതിൻ്റെ സമിതികൾ തീരുമാനിക്കും. അതല്ലേ നിങ്ങൾക്ക് ആരോഗ്യപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാൻ ഇപ്പോഴും അല്ല, നിങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ പറ്റിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പറ്റിയുമാണ് ഈ പറയുന്നത്. ഒരു ശക്തമായ രാഷ്ട്രീയമുയർത്തുന്ന ഒരു സിനിമ,
രാഷ്ട്രീയ നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സിനിമ, ആ സിനിമയോടുള്ള അമർഷം അല്ലെങ്കിൽ അതിനോടുള്ള ആ വിയോജിപ്പ് ശക്തമായി തന്നെ വലിയൊരു വിഭാഗം ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇപ്പോൾ ഇവിടെ സനോജ് ഇവിടെ ഭയപ്പെടുന്നില്ല അല്ല എങ്കിൽ സനോജ് ഇവിടെ ഇടതുപക്ഷമല്ലേ ഭരിക്കുന്നത്? ഈ ഇടതുപക്ഷം ആ നിർമ്മാതാക്കളോട് പറയൂ, നിങ്ങൾ ഈ ഭീഷണി വഴങ്ങരുത്. ഇവിടെ ഇടതുപക്ഷമുണ്ട്, പിണറായി വിജയനുണ്ട്. ഞങ്ങളാണ് കേരളം ഭരിക്കുന്നത്. നരേന്ദ്രമോദിയോട് പോയി പണി നോക്കാൻ പറ, എന്നിട്ട് ഞങ്ങൾ ആ സിനിമ വിജയിപ്പിച്ചു തരാം. അല്ല, എന്റെ ചോദ്യം ഷാബു പ്രസാദ് ഇത്രയേ ഉള്ളൂ. എല്ലാ ആളുകളും കണ്ടു കഴിഞ്ഞു, ഇന്നും നാളെയുമായി ആ സിനിമകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ പൃഥ്വിരാജിനെ മാറ്റണം. നിങ്ങൾ ഇനി മേലാൽ പൃഥ്വിരാജ് ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കില്ല, ക്ഷമ ചോദിക്കുന്നത് പൃഥ്വിരാജ് പറയണം, മോഹൻലാൽ പറയണം. നിങ്ങൾ പറയുന്നതിനോടൊപ്പം ഞാൻ മോഹൻലാൽ പറയണം. അവരവരുടെ അവകാശമാണ്, അവരവർ തീരുമാനിച്ചോട്ടെ. ഇതൊന്നും പറയിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ആളുകൾ തിങ്കളാഴ്ച മുതൽ എന്ത് സംഭവിച്ചാലും ആൾക്കാർ സിനിമ കണ്ടു, ആൾക്കാർ അതിനെ പറ്റി അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ ഹനുമാൻ സേനയും ആർഎസ്എസും വിചാരിച്ചാലെന്നും നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിനിമയിൽ ഇപ്പോൾ ഈ പറയുന്ന 17 കട്ടുകൾ വരാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇടവേളയിലേക്ക് പോകണം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഈ രാജ്യം ഭരിക്കുന്നവർ പറയുകയാണ്, സെൻസർ ബോർഡിനെ നിയന്ത്രിക്കുന്നവർ പറയുകയാണ്, നാട്ടുകാരെ നിങ്ങൾ വേണം ഈ സിനിമയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്യാതെ നിയന്ത്രിക്കാനെന്ന്. ഞങ്ങൾ ഇതിനു വേണ്ടി കട്ട് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കും, സമ്മർദ്ദം ചെലുത്തും. ഒരിടവേളയിലേക്ക് പോയിട്ട് ഇത് കൊടുത്തിട്ട് ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ വിദേശത്ത് പഠിച്ച ഡോക്ടറായാലോ? വിസിറ്റ് studyworldonline.com. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. ഞാനൊരു പാപം ബക്കറ്റ്, ഗ്രാഫീനില്ല ബക്കറ്റ്. ആ ബക്കറ്റ് മാറ്റി ഗ്രാഫീൻ ബക്കറ്റ് എടുക്കണേ. ഗ്രാഫീൻ നോ പായൽ നോ പൂപ്പൽ, ടോട്ടൽ പ്രൊട്ടക്റ്റ്. ഗ്രാഫിൻ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട്. പായലിനും പൂപ്പലിനും അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ. m4marry.com, where families find each other. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. Introducing Birla Opus Paints. VKC Pride. Celebrate hard work. ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ വിദേശത്ത് പഠിച്ച ഡോക്ടറായാലോ? വിസിറ്റ് studyworldonline.com. മനം നിറയെ വെണ്മ, പ്രിയ നേതാവിനായിരുന്നു. അയ്യോ എന്റെ ഷർട്ട്. ഗോദ്രേജ് ഫാബ് ലിക്വിഡ് വസ്ത്രങ്ങൾ വൃത്തിയായും ബ്രൈറ്റായും വെക്കുന്നു. എന്റെ മാനവും കാത്തു. ഞാനല്ല, ഗോദ്രേജ് ഫാബ് ലിക്വിഡ് 1 ലിറ്റർ 99 രൂപയ്ക്ക്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. എന്ത് ഭംഗിയുള്ള വീടാ. ഞാനൊക്കെ ഈ വീട്ടിൽ ജനിച്ചില്ലല്ലോ. അതിന് വീടല്ല മാറേണ്ടത്, വീടിന്റെ പെയിന്റ് മാറണം. SD ഷീൻ മാക്സ്. ഇതിന്റെ ആന്റി ഏജിംഗ് ടെക്നോളജിയാൽ ചുമരുകളിലെ ഷൈൻ ഒരിക്കലും മങ്ങുകയില്ല. അങ്ങനെ നമുക്ക് ലഭിക്കും അകത്തും പുറത്തും നല്ല തിളങ്ങുന്ന ചുമരുകൾ. ഷീൻ മാക്സ് ഇമേഴ്ഷൻ ബൈ SD പെയിന്റ്സ്. This news brought to you by സാൽവേ മരിയ. വരൂ പറക്കാം, പഠിക്കാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. ഓരോ മിനിറ്റ് വീതമാണ് എല്ലാവർക്കും ഉള്ളത്. ശ്രീ ഷാബു പ്രസാദ്, നോക്കൂ, ഇപ്പം നടക്കുന്നത് ആൾക്കൂട്ട വിചാരണയ്ക്ക് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങ് പറഞ്ഞതുപോലെ സെൻസർ ബോർഡല്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരല്ല, ഒരു ഭരണകൂടം ഇടപെടുന്നില്ല. പക്ഷെ ആരൊക്കെയോ എവിടെയൊക്കെ നിന്ന് പറയുന്നു, അതനുസരിച്ച് സിനിമാക്കാർക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു. ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനും സെൻസർ ബോർഡിനെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിനും ഒന്നും ചെയ്യാനാകുന്നില്ലെങ്കിൽ പൃഥ്വിരാജിനും മോഹൻലാലിനും ഒരു പ്രോത്സാഹനമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണ്ടേ? അല്ല, ഇത് ഈ അറ്റ്ലീസ്റ്റ് രാജ്യം ഭരിക്കുന്നത് BJP ആണ്. പക്ഷേ ഈ കേരളം ഭരിക്കുന്നത് BJP അല്ലല്ലോ. കേരളത്തിലാണല്ലോ ഇതിന് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഉണ്ടായത്. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങളല്ലേ ചെയ്ത് കാണിക്കേണ്ടത്.
ലാലെ ഞാൻ ഇവിടെ നിർത്തുക. ഇനി മേലാൽ എന്നെ കൈരളിയിലേക്ക് വിളിച്ചു. അങ്ങനെ പറയല്ലേ സാർ. ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. ഈ കാര്യത്തിൽ അങ്ങയെ പോലുള്ള ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ അങ്ങയെ തന്നെ വിളിക്കും. കൈരളിയിൽ ഞാൻ ഇനി വരില്ല ലാലെ, ഞാൻ സീരിയസ് ആയിട്ട് പറയും. സാർ പറഞ്ഞോളൂ. ഞാൻ ഒരു ചോദ്യം ചോദിക്കില്ലെങ്കിൽ മാത്രം ശ്രീ ഷാബു പ്രസാദ് ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകുന്നില്ല. മറു ചോദ്യം ചോദിച്ചാൽ ബഹിഷ്കരിക്കുക, കൈരളിയിലേക്ക് വരില്ല എന്ന് പറയുക, എനിക്കത് മനസ്സിലാകുന്നേ ഇല്ല. ഇതാണ് ഇപ്പോൾ എമ്പുരാനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വി കെ സനോജ്, ഇതാണ് ഷാബു പ്രസാദിൻ്റെ ഉത്തരം. എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളതും ഇതുതന്നെയാണ്. നമ്മൾ ഈ സിനിമയിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഇതുവരെ സാധിച്ചില്ല. പക്ഷേ ഈ സിനിമ ഇതുപോലെ സിനിമ എടുക്കാൻ പുറത്തു നിൽക്കുന്നവർക്ക് എന്ത് സന്ദേശം എന്നാണ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നാളത്തെ ദിവസം എന്ത് ചെയ്യും? ഈ സിനിമയിൽ കൂടി RSSനോട് ചോദിക്കുന്ന ചോദ്യത്തിന് അതിൻ്റെ പ്രതികരണമാണല്ലോ ഓർഗനൈസർ വഴിയൊക്കെ അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നേരിടാനുള്ള ശേഷിയിലാണ് ഇപ്പോൾ ഷാബു പ്രസാദ് ഇതൊക്കെ അഴിച്ചു വെച്ച് പോയത്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ RSSും ഈ ഹനുമാൻ സേനയും മറ്റ് സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതയുമായി ബന്ധപ്പെട്ട എല്ലാ നീക്കത്തെയും അതിശക്തമായിട്ട് കേരളത്തിലെ ജനാധിപത്യ സമൂഹം ചെറുത്ത് പരാജയപ്പെടുത്തും. DYFI ആ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കും. ഇവിടെ ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരുപാട് വിയോജിപ്പുകൾ എല്ലാവർക്കുമുണ്ട്. ആ വിയോജിപ്പുകളെല്ലാം നിലനിൽക്കുമ്പോഴും സിനിമയെ സിനിമയായി കാണുകയും ആ വിയോജിപ്പുകൾ രേഖപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ അവകാശങ്ങൾ എല്ലാവരും വിനിയോഗിക്കുകയും ചെയ്യണം. അതിലൊന്നും ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ മോഹൻലാലിനെ പോലെയുള്ള കേരളം, ലോകം, ഇന്ത്യ ആദരിക്കുന്ന ഒരു നടൻ, ആ നടനെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള സൈബർ അറ്റാക്കിനെതിരായിട്ട് എന്തുകൊണ്ട് ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾ അക്ഷരം പറയുന്നില്ല? എന്തുകൊണ്ട് BJPയുടെ നേതാക്കന്മാർ പറയുന്നില്ല? ഈ പൃഥ്വിരാജിനെതിരായിട്ട് എത്ര മോശം ഭാഷയിലും എത്ര തരംതാണ ആരോപണവുമാണ് ഇവരുടെ യുവമോർച്ച നേതാവൊക്കെ നടത്തിയിട്ടുള്ളത്. അതെല്ലാം BJPയുടെയും ഇവിടെയുള്ള ഈ കേന്ദ്രമന്ത്രിമാരെല്ലാം അതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? സുരേഷ് ഗോപിക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഈ സിനിമയ്ക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമത്തിനെതിരായി സുരേഷ് ഗോപി ഒന്നും പറഞ്ഞു കണ്ടില്ലല്ലോ. സുരേഷ് ഗോപി ഇതിനകത്ത് അഭിപ്രായം പറയണ്ടേ? കേന്ദ്രമന്ത്രിയല്ലേ? അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമാണ്, RSS വളരെ കൃത്യമായി പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ ഗുജറാത്തിൽ നടന്ന ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട വർഗീയത, കലാപം, അത് ഈ സിനിമയിൽ ആവിഷ്കരിച്ചു എന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തെ ആവിഷ്കരിച്ചതിനുള്ള വിരോധം കൊണ്ട് വളരെ ആസൂത്രിതമായിട്ടാണ് മോഹൻലാലിനെതിരായിട്ട്, പൃഥ്വിരാജിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആക്രമിച്ചാലൊന്നും മോഹൻലാലിന്റെ ജനപ്രിയത താർന്നു പോവില്ല. അങ്ങനെ RSSന്റെ ഏതെങ്കിലും കൂലി എഴുത്തുകാരൻ ഫേസ്ബുക്കിൽ 4 തള്ളു തള്ളിക്കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ ഈ ജനപ്രിയത താർന്നു പോവില്ല. പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും കേരളീയ സമൂഹം നെഞ്ചേറ്റിയതാണ്. അവരുടെ രോമത്തിൽ തൊടാൻ ഇപ്പൊ സനോജ് പറഞ്ഞതുപോലെ പൃഥ്വിരാജിനൊപ്പമുണ്ട് കേരള ജനത, മോഹൻലാലിനൊപ്പമുണ്ട് കേരള ജനത. ആരാധകരൊക്കെ തിയേറ്ററുകളിൽ നിൽക്കാൻ തയ്യാറാണ്, ഇതിനെ വിജയിപ്പിക്കാനും തയ്യാറാണ്. പക്ഷെ അതിനൊപ്പം ഒരു സമ്മർദ്ദത്തിലും വീഴാതെ മോഹൻലാലും പൃഥ്വിരാജും ഗോകുലം ഗോപാലനും ഒക്കെ കൂടെ ഉണ്ടാകണം. ഇത് ഞങ്ങൾ വെട്ടിമാറ്റില്ല എന്ന് പറഞ്ഞാൽ, കാരണം ഈ ചർച്ച ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, നാളെ മറ്റന്നാളും ആളുകൾ ചോദിക്കും. ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം ചേർത്ത് വെക്കട്ടെ. നമ്മൾ വിയോജിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് മറ്റേ വർമ്മയും ഒരു സഖാവും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ട്. വർമ്മ സഖാവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കേരളത്തിൻ്റെ അതിരിലല്ലേ ഉള്ളൂ എന്ന്. വർമ്മ ഇന്ത്യയുടെ അതിരിലുണ്ട് എന്ന് അഭിമാനം കൊള്ളുന്ന ആളാണ്. പക്ഷേ ഇന്ത്യയുടെ അതിരിന് വെളിയിലേക്കും പോയി കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ എല്ലാ വേദനയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രം ഈ ലോകത്തുണ്ട് എന്ന് പറയാനുള്ളൊരു സന്ദേശം ബാക്കി വെച്ചിട്ടാണ് എമ്പുരാൻ ഇവിടെ വരുന്നത്. പക്ഷേ എമ്പുരാൻ കണ്ടിറങ്ങുന്ന എന്നെ പോലുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാർക്ക് ലോകത്തിൽ എവിടെയുമുള്ള ജനങ്ങളുടെ ഒപ്പം നിൽക്കാൻ, ജനങ്ങളുടെ സമഭാവനക്കൊപ്പം നിൽക്കാൻ, സമത്വത്തിനൊപ്പം നിൽക്കാൻ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലേക്കുള്ള നേർനോട്ടം ഈ സിനിമ തരുന്നുണ്ട് എന്നുള്ളതാണ് സിനിമ ഏറ്റവും കൂടുതൽ ആവേശം ജനിപ്പിച്ചത്. യെസ്, അത് തന്നെയാണ്. ഒരുപാട് രാഷ്ട്രീയം, ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ സിനിമയല്ല, ഒരു ത്രില്ലർ സിനിമയാണ്, ഒരു ആക്ഷൻ മൂവിയാണ് ഇത്. സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ഇപ്പുറം എബ്രാം ഖുറേഷി വന്നിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനപ്പുറമാണ് ഇതിൻ്റെ ഫിലിം മേക്കേഴ്സ് എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പൃഥ്വിരാജും മുരളി ഗോപിയും മോഹൻലാലും ഒക്കെ അവിടെയുണ്ട്. അവർ ചേർന്ന് ചെയ്തു വച്ചത് ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നടന്ന് ഓരോ ഭാഗം വെട്ടിമാറ്റി BJPയെയും സംഘപരിവാറിനെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഈ ആളുകളൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ അതെവിടെ വരെ പോകും? ഇത് ആളുകൾ എങ്ങനെ കാണും? അതിന് ഒപ്പം സിനിമാ ലോകവും നിൽക്കുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. വരുന്ന ദിവസങ്ങളിൽ ആ ചർച്ച മുന്നോട്ട് പോകും. ഇതിൽ ഉത്തരം പറയേണ്ടവർ BJP തന്നെയാണ്. അവർ വരാതിരിക്കുമ്പോൾ ഷാബു പ്രസാദിനെ പോലെയുള്ള ആളുകളാണ് പലപ്പോഴും ഈ ചർച്ചയിൽ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്.
ഇന്ന് അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒന്ന് എല്ലാം മാറ്റി പോകേണ്ടി വന്നു. പക്ഷേ നാളെയും അദ്ദേഹത്തെ തന്നെയാണ് വിളിക്കേണ്ടി വരിക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒളിച്ചു മാറി നിന്നുകൊണ്ട് കാര്യമില്ല സാർ, അങ്ങ് ഉത്തരം പറയാൻ വന്നേ പറ്റൂ. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന വി കെ സനോജ്, ഷാബു പ്രസാദ്, ഗായത്രി വർഷ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.